ഇതിൽ ഓൾറെഡി ഞാൻ പറഞ്ഞ ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ബിഗിനേഴ്സ് ഉണ്ടാവും, ഓൾറെഡി ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ വാട്ട്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് ചോദിക്കുന്ന സമയത്ത് കൺഫ്യൂസ്ഡ് ആവണ്ട. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, അതായത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താണോ തോന്നുന്നത് പറയാം. അതായത് ഒരാൾ ഡിസൈൻ ചെയ്യാനിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫസ്റ്റ് പ്രോസസ്സ് എന്താണെന്നുള്ളത് എല്ലാവർക്കും പറയാൻ പറ്റും. പറയുന്ന ആൾക്കാർ മൈക്ക് ഓൺ ആക്കിയിട്ട് ഓക്കെ ഗെറ്റിംഗ് ടു ഓക്കെ 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 ബിക്കോസ് ഓക്കെ ഫൈൻ ഫൈൻ സൈസ് സെറ്റ് ചെയ്യുന്ന ഓക്കെ ഫൈൻ. ഓ റെഫറൻസ് നോക്കൂ. ഷുവർ. ഐഡിയ വന്നാൽ പെട്ടെന്നാവും. റെഫറൻസ് നോക്കിയിട്ട് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യും. സൈസ് സെറ്റ് ആക്കും. ഒരു തീം വേണം. ദെൻ വേറെന്തൊക്കെയാ? ടെക്സ്റ്റ് അലൈൻമെന്റ് സിസ്റ്റം വേണ്ട ആദ്യം. സിസ്റ്റം വേണം ആദ്യം. യെസ് ഇമ്പോർട്ടന്റ് ഉറപ്പായിട്ട് വേണം. സിസ്റ്റം വേണം, സോഫ്റ്റ്വെയർ വേണം, എല്ലാം വേണം. ബേസിക്കലി ഒരു സാധനം വേണമെങ്കിൽ ഇതിന് ഫൗണ്ടേഷൻ ആയിട്ട് നല്ല തീം അതില്ല. എന്നിട്ട് അതിനെ പറ്റി റെഫറൻസ് ചെയ്യുക, റിസൾട്ട് ചെയ്യുക. എന്നിട്ട് ബാക്കി നമ്മൾ എത്ര നോക്കിയാലും അതിൻ്റെ ഒരു നമുക്ക് എതിരെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളൊരു കോമ്പറ്റീഷൻ സാധനങ്ങളൊക്കെ ഒരു ഫോട്ടോ ഉണ്ടാകുന്നല്ലോ. അതൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്താ പറയാ യൂട്യൂബ് കിട്ടുക മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇത് പറയാൻ പറ്റും. പക്ഷേ ഞാനൊരു ഡിസൈനർ അല്ല, ആക്ച്വലി എന്റെ യൂട്യൂബ് എടുക്കുകയാണ്. പക്ഷെ എന്നാലും എനിക്ക് ഈ ഒരു ഫീൽഡിൽ അതിലേക്ക് ആണല്ലോ. എന്തായാലും നമുക്ക് ഇത് മാത്രം ഒരു അങ്ങനത്തെ കാറ്റഗറീസ് അല്ല. എല്ലാ കാര്യത്തിലും നമുക്ക് ഇൻവോൾവ്മെന്റ് തൊട്ടുകൊണ്ട് യാതൊരു ഇതില്ല. ഓക്കെ, കുറച്ച് ആൾക്കാർ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഡിസൈനിങ് ദമ്മാവണം, റിസർച്ച്, ഡിസൈൻ തിങ്കിങ്, തീം, മൂഡ് ബോർഡ്, നല്ലൊരു ഡിസൈൻ മൈൻഡിൽ കണ്ടെത്തുക. ഓക്കെ, ഐഡിയ വേണം എങ്ങനെ. ഓക്കെ ഫൈൻ ഫൈൻ ഗുഡ്. ഓക്കെ, സോ നെക്സ്റ്റ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോക്കട്ടെ. നിങ്ങൾക്കൊരു ബ്രാൻഡ് ഉണ്ട്. ഈ ബ്രാൻഡ് നിങ്ങളിപ്പം നിങ്ങളെ ബ്രാൻഡിന് വേണ്ടിയിട്ട് നിങ്ങളൊരു കോഫി കപ്പ് മേക്ക് ചെയ്യാണ്. സോ ഒരു കോഫി കപ്പ് നിങ്ങളെ ബ്രാൻഡിന് വേണ്ടിയിട്ട് നിങ്ങൾ മേക്ക് ചെയ്യുമ്പം എന്തൊക്കെ ആയിരിക്കും നിങ്ങളെ കൺസേൺസ്? മിനിമൽ ആവും, ഐ ക്യാച്ചിങ് ആവും. കപ്പാണ് കോഫി കപ്പ്, കോഫി കപ്പിൻ്റെതാണ്. കപ്പ് ഡിസൈൻ ചെയ്യുവാണെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ ഡിസൈനിങ്ങിൻ്റെതാണ് ചോദിക്കുന്നത്. അതിന്റെ യൂസേഴ്സിന് പുതിയൊരു ഫീലിംഗ് ഉണ്ടാവണം. ഓക്കെ, പിന്നെ പർപ്പസിന്റെ കൂടെ തന്നെ അതൊരു വിഷ്വൽ ഒരു അപ്പീലിംഗ് ഉണ്ടാവണം. അത് നേരത്തെ എക്സ്പീരിയൻസ്. പിന്നെ അങ്ങനെയല്ലേ ഭയങ്കര കുറച്ച് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ബട്ട് കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ 3 പേര് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാം, നിങ്ങൾ പറയുന്നത് റൈറ്റ് ആവണമെന്നുള്ളത്. കാരണം ഓരോരോ ഡിസൈനേഴ്സിനും ഓരോരോ പേഴ്സ്പെക്റ്റീവ്സ് ആണ്, ഓരോരോ ഐഡിയാസ് ആണ്. സോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സെഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളെ പേഴ്സ്പെക്റ്റീവ് എന്താണ് അത് നിങ്ങൾ ഷെയർ ചെയ്താൽ മതി. ഓക്കെ, യൂസർ ഫ്രണ്ട്ലി ഷഹസാദ് പറഞ്ഞ്, അതായത് ഷിഫാന ക്വാളിറ്റി വേണം പറഞ്ഞ്, കാൻഡ്രിങ് കുടിക്കാൻ പറ്റണം, ക്യാച്ച് ആൻഡ് ക്വാളിറ്റി ഓഫ് ഡിസൈൻ, കപ്പ് കാണുമ്പോൾ തന്നെ കോഫി കുടിക്കാൻ തോന്നണം. ഫൈൻ. ഓക്കെ, സോ ഈ 2 ഇമേജിൽ നിങ്ങൾ ഏത് കപ്പ് ചൂസ് ചെയ്യും? ഒന്നാമത്തെ കപ്പ്. വൈ? നമ്മുടെ ലുക്കിന്റെ കൂടെ തന്നെ അത് ഉപയോഗിക്കാനും കഴിയണല്ലോ ശരിയായ രൂപത്തില്. സ്ട്രോ ഉപയോഗിച്ച് കുടിക്കും. കോഫി സ്ട്രോ ഉപയോഗിച്ച് കോഫി നമ്മൾ ഓരോന്നിനും ഓരോ ടൈപ്പ് ഉണ്ടല്ലോ. നമ്മൾ ചായ കുടിക്കുമ്പോ നമ്മള് സ്ട്രോ ഇട്ടല്ലേ കുടിക്കുക. ജ്യൂസ് കുടിക്കുമ്പോൾ സ്ട്രോ ആണ്. പക്ഷെ കാപ്പി കുടിക്കുമ്പോൾ നമ്മളെ ചുണ്ടതിന് നമ്മൾ കുടിക്കുക. ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ അതിൽ വേറൊരു നമ്മൾ ചില ആൾക്കാർ സ്ട്രോ യൂസ് ചെയ്യലില്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വായിൽ അതിൻ്റെ ടേസ്റ്റ് എത്തണം എന്നുണ്ടെങ്കിൽ സ്ട്രോ ഇടാൻ പാടില്ല എന്നുള്ളത് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോരുത്തർ യൂസ് ചെയ്യുന്നതും ഓരോരുത്തർ എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഓരോരോ ടൈപ്പിലാണ്. ഓക്കെ ഫൈൻ. ദെൻ നമ്മളെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ തിങ്ക് ലൈക്ക് എ ഡിസൈനർ എന്ന് പറഞ്ഞാൽ
ഒരു ഞാൻ എൻഡിലേക്ക് എത്തുമ്പോഴേക്കും ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണ്, ഡിസൈനർ എങ്ങനെ തിങ്ക് ചെയ്യണം എന്നുള്ള സാധനം നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ ബിയോണ്ട് സോഫ്റ്റ്വെയർ ആൻഡ് ടൂൾസ്, അതായത് എല്ലാവരും ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി സൈസ് സെറ്റ് ചെയ്യാമെന്ന് ഒരാൾ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഇതാക്കി പറയുന്നില്ല. ദെൻ ഇതിൻ്റെ എല്ലാം മുന്നേ, അതായത് എല്ലാവരും കാണുന്നൊരു ഡിസൈനർ ഉണ്ടാവും. ആൾ എങ്ങനെ ഇരിക്കുന്നത് വെച്ചാൽ ഒരു ഹുഡിയൊക്കെ ഇട്ട് നല്ല ഹെഡ്സെറ്റ് എല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് വർക്ക് ചെയ്യാന്നുള്ളൊരു സാധനമായിരിക്കും ഏകദേശം ആൾക്കാരുടെ ഇതൊക്കെ ഉണ്ടാവുന്നത്, കംഫർട്ടിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യുക. അതിലൊക്കെ അപ്പുറത്തേക്ക് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സിസ്റ്റം, ലാപ്ടോപ്പ്, ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ എന്നൊക്കെ ഉള്ളതിൽ അപ്പുറത്തേക്ക് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്, ഒരു ഡിസൈൻ തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടയിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ടോ അല്ല മൈക്ക് ഓൺ ആക്കിയിട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് പരിപാടികളുണ്ടെങ്കിൽ ഗ്യാപ്പിൽ ചോദിക്കാവുന്നതാണ്. ദെൻ ശരിക്കും ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും പറയും ക്രിയേറ്റീവ് ആർട്ട്, എന്താ പറയുക, പോസ്റ്റർ ഡിസൈനിങ് അങ്ങനെയൊക്കെ പറയുമെങ്കിലും ശരിക്കും പ്രോബ്ലം സോൾവിങ് എന്നാണ് അതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ. ശരിക്കും പ്രോബ്ലം സോൾവിങ് എന്നാണ്. അതായത് നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും അത് അതിൻ്റെ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ദെൻ ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഇതിൻ്റെ കൂടെ എന്താണ് പ്രോബ്ലം എന്താണ് സൊല്യൂഷൻ എന്നുള്ള മൂഡിൽ ഒരു എക്സാമ്പിളായിട്ട് പണ്ടത്തെ മ്യൂസിക് പ്ലെയർ ഉണ്ട്. ഓക്കെ, കുറേ മുന്നേ ഉണ്ടായിരുന്ന കുറേ പ്രോബ്ലംസ് ഇപ്പോൾ ഇല്ല. കുറേ പ്രോബ്ലംസ് സൊല്യൂഷൻ ആക്കിയിട്ട് കുറേ ഡിസൈൻസ് വന്ന് ദെൻ അതിനൊക്കെ സൊല്യൂഷനായി. പിന്നെ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയം. അപ്പോൾ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് നല്ലൊരു ഡിസൈൻ ആയിരുന്നു പണ്ട്. ഓക്കെ, അതായത് വീട്ടിലിരിക്കുന്ന സമയത്ത് പണ്ടത്തെ ആൾക്കാരൊക്കെ യൂസ് ചെയ്തുകൊണ്ട് മ്യൂസിക്കൊക്കെ കേട്ടുകൊണ്ടുണ്ടായിരുന്ന സാധനമാണ് ഇത്. ഓക്കെ, ദെൻ ഇതൊരു പ്രോബ്ലം ആയിട്ടല്ല പറയുന്നത്, ഇതിനൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് ഒരു പ്രോബ്ലം എങ്ങനെയാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ എങ്ങനെയാണ് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും യൂസറിനെ മനസ്സിലാക്കുക എന്നുള്ളൊരു സാധനം. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ സാധനമാണെന്നുണ്ടെങ്കിലും, അതായത് മഗ്ഗിൻ്റെ കേസ് നോക്കുക, നിങ്ങളിപ്പോൾ മഗ്ഗിൻ്റെ കേസ് ആലോചിക്കുക, ഓർ കുറച്ച് മ്യൂസിക് റിലേറ്റഡ് സാധനങ്ങളും ആലോചിക്കുക. അതായത് ഞാൻ യൂസർ എന്ന് പറയുന്നത് മ്യൂസിക് ലവേഴ്സാണ്. അതായത് അത്ര വലിയ ഹൂ ഈസ് എക്സ്പീരിയൻസിങ് ദ പ്രോബ്ലം, ആരാണ് ആ പ്രോബ്ലം ആവുന്നതെന്നുള്ളിടത്ത് ഇതിൻ്റെ കേസിൽ വരുമ്പോൾ മ്യൂസിക് ലവേഴ്സാണ് ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ആൾക്കാർ. യൂസർ എന്ന് പറഞ്ഞാൽ ഇവരാണ്. പാട്ട് കേൾക്കുന്ന. ദെൻ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ സാധനം, അതായത് വലിയ പ്ലെയറാണ്, നമുക്ക് എവിടേക്കും ക്യാരി ചെയ്യാൻ പറ്റില്ല, ലോ കപ്പാസിറ്റിയാണ്, അതിൽ ഡിസ്കുകൾ മാറ്റിയിടേണ്ടി വരും. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് സ്വാഭാവികമായിട്ടും മനുഷ്യന്മാർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ അതൊരു പ്രശ്നമായിട്ട് കാണും. ദെൻ അതിനുള്ള സൊല്യൂഷനായിട്ടാണ് പല ബിസിനസ്സുകളും പല കാര്യങ്ങളും പല ഡിസൈൻസും ഇവിടെ മാർക്കറ്റിലുള്ളത് എന്നുള്ളതാണ്. ദെൻ അത് ഫൈൻഡ് ചെയ്ത് ദെൻ അതിലുള്ളത് പെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഫ്രസ്ട്രേറ്റഡാണ്. അതായത് ഇത്ര വലിയ സാധനം ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് മേ ബി അത് വെച്ചിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റലുണ്ടാവില്ല, അത് ചോയ്സസ് കുറവാണ്, അതായത് അത്രയും മ്യൂസിക്സ് ഇല്ല എന്നുള്ളൊരു സാധനം. ദെൻ അതിലേക്ക് വരുമ്പോൾ ഡെയിലി എക്സ്പീരിയൻസ്, അതായത് മനുഷ്യന്മാരിപ്പോൾ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന, അതായത് ആപ്പിൾ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് എക്സ്പീരിയൻസ് ആണ് സെല് ചെയ്യുന്നത്. ഓക്കെ, അതായത് അവർ കൊടുക്കുന്ന എന്തോ, അതായത് യൂസർ എക്സ്പീരിയൻസ് ആണ് സെല് ചെയ്യുന്നത്, അല്ലാതെ അവർ പ്രോഡക്റ്റ് അല്ല സെല് ചെയ്യുന്നതെന്ന് പറയും. ആ സമയത്ത് ഇവിടെ ഞാൻ ആപ്പിളിൻ്റെ തന്നെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, ആപ്പിളിൻ്റെ തന്നെ ഒരു സൊല്യൂഷനായിട്ടാണ് പറയുന്നത്. ഐപോഡ് എന്ന് പറഞ്ഞിട്ട് ആപ്പിൾ 2001 തോന്നുന്നത് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഭയങ്കര ചെറിയ ഡിസൈൻ, അതായത് ഒരു വിത്ത് ഹെഡ്സെറ്റ് അത് വരും. ദെൻ അത് കയ്യിൽ പിടിക്കാൻ പറ്റും, ട്രാവൽ ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ 1000 ആണ് തോന്നുന്നത് അതിൻ്റെ ലിമിറ്റ്. ദെൻ ഓക്കെ, 1000 മ്യൂസിക്കുകൾ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നുള്ള ഒരു ഫീച്ചറാണ് അതിനുള്ളത്. അത്രയും വലിയൊരു പ്രശ്നത്തിൻ്റെ ഒരു വലിയൊരു സൊല്യൂഷനായിട്ടാണ് ഈ ഒരു ഡിസൈൻ ആപ്പിള് ഐപോഡ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ള. എക്സ്പീരിയൻസ് വൈസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു യൂസർ ഫ്രണ്ട്ലി പരിപാടികൾ വെച്ചിട്ട് അതാണ് ആക്ച്വലി എന്താണ് പ്രോബ്ലം എന്താണ് സൊല്യൂഷൻ എന്നുള്ള സാധനം. അപ്പോൾ അത് മേ ബി ഒരാൾ ഇരുന്നിട്ട് ഡിസൈൻ ചെയ്തതായിരിക്കില്ല, തിങ്ക് ചെയ്തതോ. ഓക്കെ, എന്താണ് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് കണ്ട് ദെൻ യൂസർ ആരാന്നുള്ളത് മനസ്സിലാക്കി, എന്താണ് യൂസറിൻ്റെ പെയിൻ പോയിൻറ്റ്സ് മനസ്സിലാക്കി, അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ഡിസൈനിലേക്ക് ഇരിക്കുന്നത്. അത് ഒരാൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ക്യാരി ചെയ്യാൻ പറ്റണം, അതിൽ ഇത്ര മ്യൂസിക്സ് വേണം എന്നുള്ളത് ഒരാൾ ഫൈൻഡ് ചെയ്ത് അതിനുള്ള സൊല്യൂഷനായിട്ടാണ് ഈ ഡിസൈൻ ഇവിടെ വന്നത്. അതായത് പേർപ്പസ് മീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ യൂസർ എക്സ്പീരിയൻസിന് അത് സെറ്റ് ആവില്ല.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സൊല്യൂഷനാണ് ഐഫോൺ. അപ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ ഈസ് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഇനി കൺഫ്യൂഷൻ ഓർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻറ്ററപ്റ്റ് ചെയ്യാവുന്നതാണ്, ഒരു പ്രശ്നമില്ല. ഓക്കെ, ദെൻ ഹലോ. യെസ് ഹായ്. ഓക്കെ, അപ്പോൾ എന്താണ് ആക്ച്വലി ഡിസൈൻ എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് മനസ്സിലായ സാധനം ഞാൻ ഓൾറെഡി പറഞ്ഞു. പറഞ്ഞോളൂ, മൈക്കോണേ. നിങ്ങൾക്ക് ഇതുപോലത്തെ വേറെ എന്ത് ഡിസൈനെങ്കിലും മീൻസ് റിയൽ എക്സാമ്പിളായിട്ട് പറയാനുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. മനസ്സിലായിട്ടോ? ഞാൻ ഓൾറെഡി പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഇത് ഈ ക്വസ്റ്റ്യൻ വാലിഡ് അല്ല. വാട്ട് ഈസ് ഡിസൈൻ ആക്ച്വലി എന്ന് പറഞ്ഞ സാധനം പ്രോബ്ലം സോൾവിങ് ആണ്. ഇതാണ് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്, ഇതാണ് സൊല്യൂഷൻ എന്നുള്ള സാധനം. ദെൻ പക്ഷെ അതെപ്പോഴും പ്രോബ്ലം സോൾവിങ് ആയിരിക്കണം എന്നുണ്ടോ? യെസ്, ഉറപ്പായിട്ടും. അതെ, ഇപ്പൊ ഞാൻ കുറെ ശ്രദ്ധിച്ചിരുന്നു, ഈ കോൾഗേറ്റ്, ഈ ഡവ്വൊക്കെ ഉണ്ടല്ലോ സോപ്പ്, അവരൊക്കെ ഒരു റെട്രോ എന്ന് പറയാൻ പറ്റില്ല, വളരെ മിനിമൽ ആയിട്ട് സ്കെച്ചൊക്കെ ഉപയോഗിച്ചിട്ട്, അതായത് നമുക്ക് പുതിയ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അതൊക്കെ വിട്ടിട്ട് ഒരു പഴയ സ്റ്റൈലിലേക്ക് പോകുന്ന ഒരു സംഭവം. ശരിക്കും അവിടെ അവർക്കൊരു പ്രോബ്ലം ഒന്നുമില്ല, പക്ഷെ ആളുകൾക്ക് പുതിയ ഒരുപാട് കണ്ടന്റുകൾ കാണുമ്പോൾ അതിനുള്ളിൽ അവർക്കൊരു വെറൈറ്റി ഫീൽ കൊടുക്കാൻ പറ്റുന്നില്ല. അതാണ് അതിൻ്റെ പ്രോബ്ലം. അതായത് നിങ്ങളിപ്പോൾ പ്രോബ്ലം പറഞ്ഞ് സൊല്യൂഷനും പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അതായത് ഗ്രാഫിക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ട്രെൻഡിയാണ്, അതായത് ട്രെൻഡിങ് സാധനങ്ങളാണ് ഗ്രാഫിക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ. അതായത് മാർക്കറ്റിൽ ട്രെൻഡിങ് സാധനങ്ങളാണ് വർക്കാവുന്നത്. അപ്പോൾ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കും. അത് ചില സമയത്ത് റെട്രോ ആയിരിക്കും ട്രെൻഡിങ്, ചില സമയത്ത് ഭയങ്കര മിനിമൽ സാധനങ്ങളായിരിക്കും ട്രെൻഡിങ്. അത് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങോട്ട് വരും. അതായത് നമുക്കറിയാം പണ്ടത്തെ ഫാഷൻ എന്ന് പറഞ്ഞ സാധനമാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫാഷനും ഡിസൈനും പരിപാടികൾ, ഗ്രാഫിക് ഡിസൈൻ എന്നുള്ള ടേം കേട്ടോ, അത് ബ്രാൻഡിങ്ങിലേക്കൊക്കെ മാറുമ്പോൾ അതിൻ്റെ ഇത് മാറും. ദെൻ ഇവിടേക്ക് വരുമ്പോൾ ഇത് ട്രെൻഡിങ്ങാണ്. അത് ഒരു നിങ്ങൾ തന്നെ പറഞ്ഞ്, അതായത് എല്ലാവരും ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ അതിൽ മാറി ചിന്തിക്കുക എന്നുള്ളത് ആണ് അതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നുള്ളതാണ്. ഗുഡാണോ, ഫൈനാണോ, ഓക്കെ ആണോ, ക്ലിയർ? ഓക്കെ ഫൈൻ. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ 3 ഇമേജസ് ഉണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പറയാൻ പറ്റുമത്? ഈ ഫസ്റ്റ് ഇമേജിൽ എന്ത് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണെന്ന് ആർക്കെങ്കിലും? ഹാൻഡിൽ പിടിക്കുമ്പോ നമുക്ക് സാധാരണ നോർമലി നമ്മൾ സ്റ്റീൽ ഗ്ലാസ് ഒക്കെ നോർമൽ സ്റ്റീൽ ഗ്ലാസ് പിടിക്കുമ്പോ അല്ലെങ്കിൽ അതിന് ഗ്ലാസ് പിടിക്കുമ്പോൾ ചൂട് നമ്മളെ കൈമൊക്കെ വരും. അവിടെ ഒരു മഗ്ഗിനൊരു ഹാൻഡിൽ ഉണ്ടായതുകൊണ്ട് അവിടെ അത് ആ ഹാൻഡിൽ കുടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ചൂടാണ് നമുക്കത് ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഈസി ആയിട്ട് അത് കുടിക്കാം. ഓക്കെ, പോയിന്റ് അത് റൈറ്റാ. ഓക്കെ, അപ്പം നെക്സ്റ്റോ അടുത്തത് ഇതുപോലെ ഒന്നിൻ്റെ സൊല്യൂഷനാണ്. എന്തിൻ്റെ? നെക്സ്റ്റ് നമുക്ക് ഹൈറ്റ് നമുക്ക് ഫ്ലെക്സിബിൾ എന്ന രൂപത്തിൽ നമ്മള് സാധാ കമ്പ്യൂട്ടർ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ടാവും. ഇതാകുമ്പോൾ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്. ഹൈ ലെവലിലുള്ള ഡിസ്പ്ലേ, അതിലുള്ള ചെയർ, ടേബിൾ പരിപാടികളൊക്കെ എല്ലാ ഡിസൈൻ. ടേബിളും അതുപോലെ തന്നെ ഡിസ്പ്ലേയും അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ചെയറും ഭയങ്കര കംഫർട്ടബിൾ ആണ്. ബാക്ക് പെയിൻ, ഐ ലെവൽ, പോസ്ചർ, എർഗണോമിക്സ്, പോർട്ടബിലിറ്റി, പ്രോപ്പർ സിറ്റിംഗ്, അടിപൊളി, നൈസ്. നെക്സ്റ്റ് മൂന്നാമത്തെ ഫോട്ടോ. നെക്സ്റ്റിലെ കളർ യൂസ് ചെയ്ത ആ ഒരു പാറ്റേൺ, അത് പെട്ടെന്ന് കളർ ഇൻകേസ് അതിൻ്റെ ഐക്കൺസ് പോലെ നമുക്ക് ആ കളർ കൊണ്ട് സ്ട്രൈക്ക് ചെയ്തിട്ട് ആ പ്രോബ്ലം അവിടെ സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഐക്കൺസ് നമ്മൾ എന്തെങ്കിലും റിമോട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഐക്കൺസ് പോയാലും കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ദെൻ ഇനി നിങ്ങൾ പറയും എന്താ ഇനി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിപ്പോൾ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? എക്സാക്ട്ലി, യെസ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളെ പ്രോബ്ലം ഫൈൻഡ് ചെയ്യണം. പ്രോബ്ലം ഫസ്റ്റിൽ ഓക്കെ നമ്മൾ എപ്പോഴും ഡിസൈനർ സ്റ്റുഡൻസിനോട് എല്ലാവരോടും പറയുന്ന കാര്യമാണ്
നിങ്ങളൊരു ആർട്ട് ബോർഡ് എടുത്തിരുന്നാൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനുള്ളൊരു കാര്യമില്ല. ആ പ്രോബ്ലം എന്താണെന്ന് ഫൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഡിസൈനിങ്ങിലേക്ക് വരാൻ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ഫൈൻഡ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, പ്ലാൻ ചെയ്യുക എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ അതിൽ നമുക്ക് അതിനൊരു 3 പോർഷൻ ആക്കാൻ പറ്റും. ഡിസൈൻ എന്നുള്ളൊരു ഇതിപ്പോ അതായത് ഇപ്പൊ 2 തരത്തിലുണ്ടാവും. ഇപ്പൊ നമ്മള് ഒരു ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മള് വെറുതെ ഒബ്സർവേഷന് നമുക്കൊരു പ്രോബ്ലം കണ്ടെത്തിന്ന് വരാം. ഓക്കെ, പക്ഷെ ഒരു ക്ലയന്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോബ്ലം ഇങ്ങോട്ട് കിട്ടുകയാണ്. അപ്പൊ ആ 2 തരത്തിലാകുമ്പോൾ ഡിസൈനിങ്ങിൽ ആ ഒരു വ്യത്യാസം വരില്ലേ? ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ ഒരു വർക്ക് രണ്ട് ടൈപ്പ് ഓഫ് വർക്കിൻ്റെ ബ്രേക്ക് ഡൗൺസാണ് പറയുന്നത്. അതായത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഓൾറെഡി ഞാൻ വണ്ടർലേക്ക് വർക്ക് ചെയ്തിട്ടുള്ളൊരു പ്രോജക്റ്റും ഡിസൈൻ സ്കൂളിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുമാണ് പറയാൻ പോകുന്നത്. അതായത് ഡിസൈൻ സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള നമ്മളതായിട്ടുള്ള പ്രോഡക്റ്റാണ്. ദെൻ വണ്ടർല എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവാണ്, ക്ലൈൻറ്റ് പറയുന്ന ബ്രീഫാണ്. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ തന്നെ മനസ്സിലാക്കുക. രണ്ടാണെന്നുണ്ടെങ്കിലും പ്രോബ്ലം സൊല്യൂഷൻ അവിടെ ക്ലിയർ ആണ്. ഓക്കെ, അതായത് രണ്ടാൾക്കും പ്രോബ്ലം ഉണ്ടാവും, രണ്ടാൾക്കും സൊല്യൂഷനായിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. ഫൈൻ, ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാനിത് പ്രൊഡക്ഷൻ, പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ എന്നുള്ള 3 ടൈറ്റിലാണ് ഇതിനെ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ പ്രീ പ്രൊഡക്ഷനിൽ വരുന്ന സാധനങ്ങൾ, അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഒരു ക്ലയൻറ്റ് നമ്മളെടുത്ത് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പോയിട്ട് ഡിസൈനിൽ ഇരിക്കുക, അല്ലെങ്കിൽ ആർട്ട് ബോർഡ് തുറക്കുന്നതിന് പകരം ജസ്റ്റ് റീതിങ്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ എന്താണ് പ്രോബ്ലം എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മേ ബി അത് മീറ്റിങ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യലായിരിക്കാം. അതിനാണ് ഒരു ടീമും ഒരാൾ ഇരുന്ന് ചിന്തിച്ചാൽ കിട്ടാത്ത സാധനം മേ ബി 2 ആൾക്കാർ പരസ്പരം ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് കഴിഞ്ഞാൽ വലിയ ഐഡിയാസ് അങ്ങനെ തന്നെ ഉണ്ടാവും. ദെൻ അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം ഫൈൻഡ് ചെയ്താൽ തന്നെ നമുക്ക് കറക്റ്റ് പകുതി അതിൻ്റെ സൊല്യൂഷൻ ആയി എന്നുള്ളതാണ്. പിന്നെ ബാക്കി ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള പാർട്ടാണ്. ദെൻ റിസർച്ച്, എന്താണ് ആ ബ്രാൻഡ്, എന്താണ് ആ ബ്രാൻഡിന് പ്രശ്നം എന്നുള്ളത്, മാർക്കറ്റിൽ എന്തൊക്കെ ഇതുപോലത്തെ കുറേ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ റെഫറൻസസ് പരിപാടികളൊക്കെ നോക്കുക. ഇതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് പിന്നുള്ള പ്രോസസ്സാണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രോബ്ലം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ദെൻ അത് റിസർച്ച് ചെയ്ത് എന്നിട്ട് അത് നമ്മളെ കേസിലേക്ക് വരുമ്പോൾ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിലേക്കാണ് അത് പോകുന്നത്. ദെൻ അത് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള പ്രോസസ്സാണ് പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇതിൽ സ്ക്രീനിലുണ്ട്. ദെൻ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ വണ്ടർല നമ്മളെടുത്ത് വന്നിട്ട് കൊച്ചി മെട്രോയിൽ ഒരു ആഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലൈൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടർല ആഡ് ഇൻ കൊച്ചി മെട്രോ. അപ്പോൾ നമ്മുടെ ടീം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇത്ര വലിയൊരു പ്രോജക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ വണ്ടർല എന്ന് പറഞ്ഞാൽ ടോപ്പ് ക്ലൈൻ്റാണ്, ഇന്ത്യയിലെ ടോപ്പ് അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഓൾറെഡി വർക്കിംഗ് ആണ്, സോഷ്യൽ മീഡിയയിലും ഇതിലൊക്കെ ആയിട്ട് വർക്കിംഗ് ആണ്. ദെൻ കൊച്ചി മെട്രോ എന്ന് പറയുമ്പോൾ ലാർജ് സ്കെയിലാണ്. അപ്പോൾ ഈ ലാർജ് സ്കെയിലിൽ വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സീരിയസ്ലി നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അതെങ്ങനെ പുൾ ഓഫ് ചെയ്യാന്നുള്ളതിൻ്റെ ബാക്കിലായിരുന്നു. ദെൻ നേരെ പോയിട്ട് ആർട്ട് ബോർഡ് എടുത്തിട്ട് ഡിസൈൻ തുടങ്ങുക എന്നുള്ളതിൽ അപ്പുറത്തേക്ക് നമ്മൾ ഫസ്റ്റ് നോക്കിയൊരു പരിപാടി, ഇത് റിസർച്ചിൻ്റെ പാർട്ട് കേട്ടോ. പർപ്പസ്, എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഈ റിക്വയർമെൻറ്റ് എന്തിനാണ് ക്ലയൻറ്റ് നമുക്ക് തന്നത് എന്നുള്ളത് എന്തിനായിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, വണ്ടർല എന്ന് പറഞ്ഞൊരു ടോപ്പ് ബ്രാൻഡ്, കൊച്ചി മെട്രോ എന്ന് പറയുന്ന അത്രയും വിസിബിലിറ്റി ഉള്ള ഒരു സ്ഥലത്ത് എന്തിനായിരിക്കണം അങ്ങനെ ചെയ്യുന്നുണ്ടാവുക? ഒരു urban സിറ്റി അവിടെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തിനായിരിക്കും ചെയ്യുന്നുണ്ടാവുക? യെസ്, ഓക്കെ, അഡ്വർടൈസിങ് റീച്ച് മോർ പീപ്പിൾ. ഓക്കെ ഫൈൻ, പ്രൊമോഷൻ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ പോകുന്നുണ്ട്, കുറേ ആഡ്സിൽ പോകുന്നുണ്ട്, അതേപോലെ കുറേ സ്ഥലത്ത് പോകുന്നുണ്ട്. വൈ കൊച്ചി മെട്രോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീച്ച് തന്നെയാണ്, അഡ്വർടൈസിങ് തന്നെയാണ്, വിസിബിലിറ്റി തന്നെയാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന സമയത്ത് മാസ് ഓഡിയൻസ് ആണ്. ഞാൻ അതിലേക്ക് വരാം. ദെൻ വൈ അഡ്വർടൈസ് ഇൻ കൊച്ചി മെട്രോ, ഹൈ വിസിബിലിറ്റി. അതായത് എത്ര ടൈപ്പ് ഓഫ് ഓഡിയൻസ് അവിടെ വരുന്നുണ്ടാവും. സ്റ്റുഡൻസ് ഉണ്ടാവും,
ചെറിയ കുട്ടികളുണ്ടാവും, പാരൻസ് ഉണ്ടാവും, വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ടാവും. അപ്പോൾ ഇത്ര വേരിയസ് ആയിട്ടുള്ള ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഓഡിയൻസ് ഡെയിലി ഫ്ലോ ഉള്ളൊരു സ്ഥലമാണ് കൊച്ചി മെട്രോ. അതാണ് ഡൈവേഴ്സ് ഓഡിയൻസ്. ദെൻ പ്രീമിയം ലൊക്കേഷൻസ്, അതായത് നമ്മൾ ഒരു സ്ഥലത്ത് കൊച്ചിയിൽ ഒരു സ്ഥലത്ത് വലിയൊരു ഹോർഡിങ് വെക്കുന്നതിന് പകരം ഇത് ട്രെയിനിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എല്ലാ പ്രീമിയം ലൊക്കേഷൻസിലും എല്ലാ സ്റ്റേഷനിലും അത് നിർത്തി പോകും. ഇത് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലിടുക. നമ്മളെ ഡിസൈൻസ് ഞാൻ കാണിച്ചിട്ടില്ല, കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലിടുക. ദെൻ അതിൻ്റെ റിവ്യൂസ് ഇടുക. ഇപ്പോഴും നമ്മൾ അതിൻ്റെ റിവ്യൂസ് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ. ദെൻ കോസ്റ്റ് എഫക്റ്റീവ്, അതായത് ഒരു ബിൽ ബോർഡ് വെച്ച് ആ ഒരു അങ്ങാടിയിൽ ആ ഒരു സിറ്റിയിൽ യെസ് കണ്ടിട്ടുണ്ട്, എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇവിടെ ഒന്ന് താഴെ കേട്ടോ. അപ്പോൾ ഒരു സിറ്റിയിൽ ഒരു ബിൽ ബോർഡ് വെച്ച് ആ ബിൽ ബോർഡ് അവിടെ വരുന്ന ആൾക്കാർ കാണുന്നതിന് പകരം അതിൻ്റെ കുറച്ച് സ്പെൻഡും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി കൊച്ചിയിൽ കംപ്ലീറ്റ് അത് പോയിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് കോസ്റ്റ് എഫക്റ്റീവ്. ബഡ്ജറ്റ് നോക്കും, ഏത് ക്ലയൻ്റ് ആണെന്നുണ്ടെങ്കിലും ബഡ്ജറ്റ് ഒരു നോക്കും. ദെൻ എക്സ്പെക്റ്റഡ് റിസൾട്ട്സ് ഫ്രം അഡ്വർടൈസിങ് ഇൻ കൊച്ചി മെട്രോ. അതായത് സ്വാഭാവികമായിട്ടും വലിയ സ്കെയിലിൽ ചെയ്യുന്ന സമയത്ത് അത് ചെയ്യുന്ന ടീമിനും അത് ബിൽ ബോർഡ് വെക്കുന്നപ്പോൾ ഏകദേശം ലാക്സാണ് ഒരു ഇതിൽ വരിക, സ്പെൻഡ് വരിക. ചെറിയൊരു ബിൽ ബോർഡ് കോഴിക്കോട് അങ്ങാടിയിൽ തന്നെ വെക്കണം എന്നുണ്ടെങ്കിൽ നല്ല സ്പെൻഡ് വരും. അപ്പോൾ ആ സ്ഥലത്ത് കൊച്ചി മെട്രോയിൽ പോയിട്ട് ഇത്ര വലിയ സ്കെയിലിൽ ഒരു സാധനം ചെയ്യുമ്പോൾ മെട്രോനെ റാപ്പ് ചെയ്യാം, കംപ്ലീറ്റ്ലി റാപ്പ് വരുന്നുണ്ട്. ആ സമയത്ത് അത് അത്രയും വലിയ സ്പെൻഡ് വരുന്ന സമയമാണ്, സ്ഥലമാണ്. സ്വാഭാവികമായിട്ടും ക്ലയൻറ്റ് എന്ത് റിസൾട്ട് ആയിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവുക എന്ന് വെച്ചാൽ ഇൻക്രീസഡ് ബ്രാൻഡ് അവയർനെസ്. അതായത് ആൾക്കാർക്ക് കാണാം ബ്രാൻഡിനെ. കൊച്ചി വണ്ടർല എന്താണെന്ന് അധികം ആൾക്കാർക്ക് അറിയാം. സ്റ്റിൽ അതിൻ്റെ അവയർനെസ് കുറച്ചുകൂടി കൂട്ടാം. യെസ്, മാർക്കറ്റിൽ ഞങ്ങൾ ഉണ്ട് കേട്ടോ ഇങ്ങനെ വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് ബ്രാൻഡ് അവയർനെസ്. അതായത് മേ ബി അതിലൊരു പിച്ച് ഉണ്ടാവില്ല, അതായത് ഇത്ര പൈസയാണ് അല്ലെങ്കിൽ ഇത്ര അതിൽ ഓഫർ ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് മേ ബി അതിൽ കൊടുത്തിട്ടുണ്ടാവില്ല. നമ്മുടെ ഡിസൈൻസിൽ അത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുമെന്ന് സെയിൽസ് വരുമോയെന്ന് ചോദിച്ചാൽ സെയിൽസ് വരും, അത് എഫക്റ്റ് ചെയ്യും സെയിൽസിനെ. അതായത് ഭയങ്കര നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. പക്ഷേ എന്താ പറയുക, ഇത് അവെയറോ ഇപ്പോൾ ഒരാൾ അതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ വണ്ടർല എന്നുള്ളൊരു സാധനം അവിടെ ഉണ്ടാവും. നെക്സ്റ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആളെ മൈൻഡിൽ ആ ഒരു സാധനം ഉണ്ടാവും. അതാണ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ. കാണിച്ചു തരാം കുറേ ആൾക്കാർ ചോദിക്കും. ഓക്കെ, യെസ് ഓക്കെ. ഹയർ എൻഗേജ്മെൻറ്റ് ഉണ്ടാക്കുന്ന സാധനമാണ്. ദെൻ നമ്മൾ റിസർച്ചിൻ്റെ പാർട്ടായിട്ട് വന്നപ്പോൾ ഈ ആരാണിത് കാണുന്നത്, എന്താണ് പ്രശ്നം എന്നുള്ളതൊക്കെ ഫൈൻഡ് ചെയ്ത് ദെൻ നമ്മൾ എക്സിക്യൂഷൻ ഡിസൈനിലേക്ക് ഇറങ്ങൽ തുടങ്ങി. എങ്ങനെ ആയിരിക്കണം, അതായത് കൊച്ചിയിൽ ചെയ്യുമ്പോൾ ഭയങ്കര മിനിമലായിട്ട് ചെയ്താൽ മേ ബി ആൾക്കാർ ശ്രദ്ധിക്കലുണ്ടാവില്ല. കാരണം അവിടുത്തെ ആർട്ടിൻ്റെ സ്റ്റൈലുകൾ നമ്മൾ ജസ്റ്റ് റെഫർ ചെയ്ത സമയത്ത് ഭയങ്കര പോപ്പ് ആർട്ട് പരിപാടികളൊക്കെയാണ് അവിടുത്തെ വാൾ പരിപാടികളിലൊക്കെ ഉള്ളത്. കൊച്ചിയിലുള്ള ആൾക്കാർക്ക് മേ ബി ഓക്കെ ഐ ജസ്റ്റ് സോ ദാറ്റ്. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഗൂഗിൾ റിസർച്ച് നടത്തിയ സമയത്ത് കിട്ടിയതായിട്ടുള്ള സാധനങ്ങളാണ്. അതായത് സോളിഡ് ഇല്ലസ്ട്രേഷൻ സ്റ്റൈലാണ് നമ്മൾ അതിൽ ഫൈൻഡ് ചെയ്തത്. ദെൻ നമ്മൾ ഓക്കെ ഇത് ഫൈൻഡ് ചെയ്ത സമയത്ത് നമ്മൾ മൈൻഡിൽ വന്ന ഐഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊന്നും ഡിസൈനിലേക്ക് കടന്നിട്ടില്ല. അതായത് റിക്വയർമെൻറ്റ് വന്ന് പ്രീ പ്രൊഡക്ഷനിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഓക്കെ. ദെൻ ഒരു പ്രോജക്റ്റ് വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ പ്രാക്ടിക്കാലിറ്റി, അതായത് കൊച്ചി മെട്രോ പോലത്തെ വലിയൊരു സ്കെയിൽ ചെയ്യുന്ന സമയത്ത് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യണം, വലിയ വിസിബിലിറ്റി വേണം, വലിയ സാധനങ്ങൾ വേണം. അപ്പോൾ നമ്മളെ പ്രാക്ടിക്കാലിറ്റി, അതായത് നമ്മളെ ടീം അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള സാധനം. ദെൻ ഇത്ര സമയം കൊണ്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ള സാധനം, ഇത്ര പൈസക്ക് ഇത്ര സമയം കൊണ്ട് നമ്മളെ കൊണ്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ള സാധനം. അപ്പോൾ ഇത് മൂന്നും കൂടെ കണക്റ്റ് ആവുന്ന സമയത്താണ് ഒരു ഗുഡ് പ്രോജക്റ്റ് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു സാധനം. അവിടെ ക്ലയൻറ്റ് ഹാപ്പി ആവണം, നമ്മൾ ഹാപ്പി ആവണം, ആ പ്രോജക്റ്റ് വർക്ക് ആവണം, എന്താണോ ക്ലയൻറ്റിൻ്റെ പ്രോബ്ലം അത് സൊല്യൂഷന് കാണും വേണം എന്നുള്ളതാണ്. ദെൻ നമ്മൾ ഫസ്റ്റ് കംപ്ലീറ്റ്ലി മീറ്റിങ്സ് ആയിരിക്കും, ക്ലയൻറ്റിനായിട്ടുള്ള മീറ്റിങ്സ് ആയിരിക്കും. മൂഡ് ബോർഡ് ക്രിയേഷൻ ആയിരിക്കും ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്നുണ്ടാവുക. അതായത് നമുക്ക് ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യണം. എന്താണ് ഡിസൈൻ്റെ സ്റ്റൈൽ എന്നുള്ളത് നമ്മൾ ക്ലയൻറ്റിനെ പിച്ച് ചെയ്യണം. അതായത് ഇതായിരിക്കും സ്റ്റൈല്, റെട്രോ ആയിരിക്കണം സ്റ്റൈല്, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര മിനിമൽ ആയിരിക്കണം സ്റ്റൈല്. വൈ എന്നുള്ള പാർട്ടും കൂടെ നമ്മൾ അവിടെ പറയണം. ദെൻ മൂഡ് ബോർഡ് ഒന്നാമത്തേത് ഭയങ്കര ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഭയങ്കര അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജസ് കൊണ്ട്
ആ ഒരു മെട്രോ കംപ്ലീറ്റ്ലി നിറയ്ക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ഐഡിയ. ബട്ട് നിർഭാഗ്യവശാൽ നമുക്ക് 2 ദിവസമാണ് അതിന് സമയം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷ്വൽ പുൾ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വൺ ഡിഫിക്കൽട്ട്. അത് എനിക്ക് തോന്നുന്നത് ഇനി എത്ര ടീം ഉണ്ട് എന്നുണ്ടെങ്കിലും ടൈം അവിടെ വേണം. ആ സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു തീം, ജസ്റ്റ് നമ്മളതായിട്ടുള്ള ഒരു തീം എങ്ങനെയെങ്കിലും പുൾ ഓഫ് ചെയ്യാനുള്ള രീതിയിൽ നമ്മളത് ക്ലയൻറ്റിനെ സബ്മിറ്റ് ചെയ്യാൻ പോയി. ദെൻ രണ്ടാമത്തെ ഒരു മൂഡ് ബോർഡും കൂടെ ഉണ്ടായിരുന്നു. ഭയങ്കര പ്ലേഫുള്ളായിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിങ് സാധനമാണ് നമ്മളവിടെ. ഭയങ്കര ബോൾഡായിട്ടുള്ള കളേഴ്സ്, സോളിഡ് കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലത്തെ ഇല്ലസ്ട്രേഷൻ സ്റ്റൈലുകളാണ് നമ്മളവിടെ മൂഡ് ബോർഡ് സെക്കൻഡ് എന്നുള്ള രീതിയിൽ ഓപ്ഷൻസ് കൊടുക്കും. ക്ലയൻറ്റ് അത് സെലക്ട് ചെയ്യും ഏതാണ് വേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ഇൻപുട്ട് വരും. ദെൻ നമ്മളിങ്ങനെ വിചാരിച്ച് റിയൽ ഇമേജ്, അതായത് ഇതിലുള്ള കുറച്ച് റിയൽ ഇമേജസ് കാര്യങ്ങളും ഇല്ലുസ്ട്രേഷൻസ് ഓർ റിയൽ ഇമേജ് പ്ലസ് 3D എന്നുള്ള സാധനം. അപ്പോൾ നമ്മളിങ്ങനെ നമ്മളെ പ്രാക്ടിക്കാലിറ്റി വൈസ് ഡെഡ് ലൈൻ വൈസ് നമ്മളിങ്ങനെ ചെയ്ത സമയത്ത് റിയൽ ഇമേജ് പ്ലസ് 3D, അതായത് 3D ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതായിരിക്കും ഭയങ്കര അടിപൊളിയായിട്ട് വിഷ്വലി ഭയങ്കര അടിപൊളിയായിട്ട് ഉണ്ടാവുക എന്നുള്ള നിലയ്ക്ക് നമ്മളെ 3D ആർട്ടിസ്റ്റുകളെ ഫൈൻഡ് ചെയ്ത് നമ്മളെടുത്ത് ഓൾറെഡി ഫൈം റാസി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ മെൻറ്റർ ഉണ്ട്. ആൾ അടിപൊളിയായിട്ട് 3D ചെയ്യും. അപ്പോൾ ആളെ കണക്ട് ചെയ്ത് അങ്ങനെ ചെയ്ത സമയത്ത് ടൈം ഭയങ്കര കൺസേൺ ആണ്. അതായത് അവിടെ അത്ര സമയം കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദെൻ നമുക്ക് ഉണ്ടായിരുന്ന നന്ദിത എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ ആർട്ടിസ്റ്റ് ഇല്ലസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യാം, ദെൻ ഫോട്ടോഷൂട്ട് നടത്താൻ പറ്റും. ഇത് രണ്ടും കൂടെ മാച്ചായി. ഓക്കെ, ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഇൻപുട്ടും നമ്മളെ ഇൻപുട്ടും കൂടെ വന്ന് റിയൽ ഇമേജ് പ്ലസ് ഇല്ലസ്ട്രേഷൻ എന്നുള്ളൊരു സാധനത്തിലേക്ക് വന്ന് ദെൻ നമ്മൾ ഒരു ബേസിക് ഐഡിയ ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഐഡിയ സ്കെച്ച് ചെയ്ത്, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സ്കെച്ചിങ് ആണ്. അതായത് ഒരു ബേസ് ലൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് 2 ഡോറും ഒരു ബോഗീൻ്റെ ഒരു സൈഡും എടുത്തിട്ട് അതിലേക്ക് എങ്ങനെ വേണം എന്നുള്ള ബേസിക് ഐഡിയ സ്കെച്ച് ചെയ്ത് ദെൻ ഐഡിയ സ്കെച്ച് ചെയ്യുന്നത് വെറുതെ കുറച്ച് ആൾക്കാരെ ഇരുത്തിയിട്ട് ഇങ്ങനെ വണ്ടർലയിൽ പോകുന്ന പോലെ റൈഡ് പരിപാടികളല്ല. അതിൻ്റെ ബാക്കിലൊരു സ്ട്രോങ് സ്റ്റോറി ഉണ്ടെന്നുണ്ടെങ്കിലാണ് ക്ലയൻറ്റ് കൺവിൻസ്ഡ് ആവുള്ളൂ. മേ ബി നമ്മളെ സൈഡിൽ നിന്ന് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് നല്ല വിഷ്വലി ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാൻ പറ്റും. ദെൻ വൈ ദിസ് ഐഡിയ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇത്രയും ഫണ്ട് ചിലവാക്കിയിട്ട് നമ്മളെ വിശ്വസിച്ച് ക്ലയൻറ്റ് നമ്മളെ ഏൽപ്പിക്കുന്ന സമയത്ത് ഇതെന്തിനാണ് ഈ ഐഡിയ അല്ലെങ്കിൽ എന്താണ് ഈ വരച്ചു വെച്ചത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ബാക്കിലൊരു സ്ട്രോങ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ എ വിഷ്വലി സ്റ്റണ്ണിങ് ഇൻഫിനൈറ്റ് റൈഡ് ദാറ്റ് നെവർ സ്റ്റോപ്സ്. അതായത് ഇൻഫിനിറ്റി റൈഡ് ദാറ്റ് നെവർ സ്റ്റോപ്സ്. അതായത് ഒരു വണ്ടർലാൻഡ് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഒരു റൈഡ് ഇങ്ങനെ പോകുന്നു. അതിൻ്റെ ഇടയിൽ കുറേ ഇമോഷൻസ്, കുറേ സ്ക്രീമിങ്, കുറേ പരിപാടികൾ. അപ്പോൾ കുറേ ആൾക്കാരെ പരിപാടികളൊക്കെ വെച്ചിട്ട് ഇമോഷണലി കണക്ട് ചെയ്യുക. അതായത് ആൾക്കാർക്ക് ഫീൽ ചെയ്യണം, ഓക്കെ ഈ ടൈപ്പ് ഓഫ് ഇമോഷൻ അല്ലെങ്കിൽ ഈ ഡോപ്പമൈൻ ഹൈ പരിപാടികളൊക്കെ നമുക്ക് കിട്ടും എന്നുള്ളത് നമ്മളെന്ത് ചെയ്യാം, കാണിക്കുക എന്നുള്ളത് അവിടെ ഐഡിയ വൈസ് നമ്മൾ പിച്ച് ചെയ്ത് ദെൻ അത് ഓക്കെ ആയി. ദെൻ നമ്മൾ എന്ത് ചെയ്ത് ഇങ്ങനെ ആയിരിക്കും മൂഡ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്ത് ഓക്കെ ഇതായിരിക്കണം ഡിസൈൻ്റെ സ്റ്റൈല്. അതായത് ഇല്ലസ്ട്രേഷൻ്റെ സ്റ്റൈൽ നമ്മൾ ഓൾറെഡി മൂഡ് ബോർഡിൽ കാണിച്ചെന്ന സ്റ്റൈലിൽ ഇങ്ങനെയെല്ലാം ഉണ്ട്, ഇതാണ് സ്റ്റൈലെന്ന് വരാം. ദെൻ നമ്മൾ നമ്മളതായിട്ടുള്ളൊരു സ്റ്റൈല് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഭയങ്കര സ്ക്രീമിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ആൾക്കാരെ ഇമേജസ്, സ്റ്റോക്ക് ഇമേജസ് ആണ്. ഇത് ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ കട്ട് ഔട്ട് ചെയ്തിട്ട് നമ്മളതായിട്ടുള്ള ഇമേജ് സ്റ്റൈല് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇമേജ് ഉണ്ടാവുക, എങ്ങനെയായിരിക്കും ഇല്ലസ്ട്രേഷൻ സ്റ്റൈൽ ഉണ്ടാവുക എന്നുള്ളത് ക്ലയൻറ്റിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു സാധനമാണ്. ദെൻ നമ്മളത് കുറച്ച് മോക്കപ്പ് എല്ലാം ആക്കിയിട്ട് ഇങ്ങനെ ആയിരിക്കും ട്രെയിനിൽ വരുന്നുണ്ടാവുക എന്നുള്ള പരിപാടികളൊക്കെ പറഞ്ഞ് ഫൈൻ. ക്ലയൻറ്റ് ഹാപ്പിയാണ് ഇതുവരെ. ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സിക്യൂഷൻ പാർട്ടാണ്. ഓക്കെ, അതായത് ഇതുവരെ പ്ലാൻ ചെയ്ത് ഐഡിയേഷൻ ചെയ്ത് എങ്ങനെ വരണം, എങ്ങനെ ഇതിൻ്റെ കംപ്ലീറ്റ് ഔട്ട് വരണം എന്നുള്ളത് നമ്മളെ തലയിൽ ഉണ്ട്. അതിന് എക്സിക്യൂട്ട് ചെയ്താൽ മതി. അതിലുള്ള ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഇമേജസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഓരോതായിട്ടുള്ള ഇമേജസ് ഉണ്ട്. വണ്ടർലതായിട്ടുള്ള ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇമേജസ് ഓൾറെഡി ഒരു ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഒരു കംപ്ലീറ്റ് ട്രെയിൻ കംപ്ലീറ്റ് എന്താക്കണം, ഇല്ലസ്ട്രേഷൻ ചെയ്യണം. അതായത് ഇപ്പോൾ ചെയ്തത് ഒരു ചെറിയ പോർഷനാണ്. അപ്പോൾ
സ്റ്റോക്ക് ഇമേജസ് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി ഫോട്ടോഷൂട്ട് നടത്തണം. ഓൾറെഡി ഉള്ള ഇമേജസ് മേ ബി അത് വലിയ സ്കെയിലിലേക്ക് വെക്കുമ്പോൾ അതത്ര നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന സാധനം അത് അല്ല. നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കി പ്ലാനാക്കി. ദെൻ പ്രൊഡക്ഷൻ പാർട്ട് ഇതെല്ലാം പ്ലാൻ ചെയ്ത് ഇനി അത് ചെയ്യാം, അതായത് ഡിസൈൻ ചെയ്യാന്നുള്ള പോർഷനാണ് പ്രൊഡക്ഷൻ. ഓൾറെഡി പ്രീ പ്രൊഡക്ഷൻ ഡണ്ണാണ്. ഇനി പ്രൊഡക്ഷൻ പാർട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പ്രൊഡക്ഷൻ്റെ പ്ലാൻ ഉള്ള ഐഡിയയിലേക്ക് എങ്ങനെ പ്രൊഡക്ഷൻ ചെയ്യാം, അതായത് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇത് ഞാൻ ഓൾറെഡി ഇവിടെ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇമോഷൻ കാണിക്കുക. അതായത് ഒരാൾ വായ തുറന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ക്രീൻ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇമേജ്. ദെൻ ഇവിടെ ഇങ്ങനെ ട്യൂബിൽ പോകുന്ന ആൾക്കാർ, ഇവിടെ റൈഡിൽ കയറിയിട്ട് പോകുന്ന ആൾക്കാർ, അവിടുത്തെ എക്സ്പീരിയൻസ് മാക്സിമം ഇതിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ചെറിയ പോർഷനാണ് നമ്മൾ ഇതുവരെ ഡിസൈൻ ചെയ്തത്. ഈ ഡിസൈൻ ചെയ്ത പോർഷൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരു ബോഗി ഉണ്ട്. ഇങ്ങനത്തെ 3 ബോഗി കൂടിയിട്ടുള്ള, അല്ല 3 ബോഗിയാണ് ഒരു കോച്ച്, അങ്ങനെ 3 കോച്ച് ഉണ്ട്. അപ്പോൾ ഇത്ര വലിയ സ്കെയിൽ ഇലിസ്ട്രേറ്റ് ചെയ്ത് ഉണ്ടാക്കണം. ദെൻ ഇങ്ങനത്തെ ഇമോഷൻസ് കാണിക്കണം, അതിലേക്കുള്ള ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ നടത്തണം. അങ്ങനെയാണുള്ളത്. ദെൻ ഫോട്ടോഗ്രാഫി മൂഡ് ബോർഡ് ഓൾറെഡി ഇവിടെ ഫോട്ടോസിൻ്റെ കോമ്പോസിഷനാണ് സെറ്റ് ചെയ്തത്. എങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൾക്കാർ വേണം, എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇമോഷൻസ് വേണം എന്നുള്ളതാണ് ഇവിടെ ക്ലിയർ ചെയ്തത്. ദെൻ നമ്മൾ ഫോട്ടോഗ്രാഫി മൂഡ് ബോർഡ് ഏത് ടൈപ്പ് ഓഫ് ഫോട്ടോ വേണം, ഏതാണ് ഇതിൻ്റെ ലൈറ്റിംഗ്, ഏതാണ് കളർ മൂഡ് എന്നുള്ള സാധനങ്ങളൊക്കെ. ഓക്കെ, ഇത് ഞാനല്ല ഡയറക്റ്റ് ചെയ്തത് ഫോട്ടോഷൂട്ട്. ബട്ട് നമുക്കിത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുന്ന ആൾക്ക് മനസ്സിലാവും ഏത് മൂഡാണ്, ഏത് ക്യാമറ വേണം, ഏത് ലൈറ്റ് വേണം എന്നുള്ള പരിപാടികളൊക്കെ മനസ്സിലാവും. ദെൻ അത് കൺവേ ചെയ്ത് നമ്മൾ ഇത് മൂഡ് ബോർഡിൻ്റെ ബാക്കിയാണ്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് മേ ബി വൈഡ് ആംഗിൾ വേണ്ടി വരും, അല്ലെങ്കിൽ അത്ര ക്ലോസ് ആയിട്ടുള്ള സാധനങ്ങൾ വേണ്ടി വരും. ഈ ലൈറ്റിംഗ് വേണ്ടി വരും, ഭയങ്കര സ്റ്റുഡിയോ ലൈറ്റിംഗ് പരിപാടികളൊക്കെ പറ്റില്ല, നാച്ചുറലി വേണം എന്നൊക്കെയുള്ള മൂഡിൽ. ദെൻ നമ്മൾ എന്ത് ചെയ്ത് ഒരു ഫോട്ടോഷൂട്ട് നടത്തി, അതായത് നമ്മളതായിട്ടുള്ള മോഡൽസിനൊന്നും ഹയർ ചെയ്തിട്ട് എടുക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മളതായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ വെച്ചിട്ട് നമ്മൾ കുറേ വണ്ടർലയിൽ പോയാൽ എങ്ങനെയാണോ ഉണ്ടാവുക അതേപോലെ ഒരു സാധനം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഇത് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച സാധനങ്ങളാണ്. അതായത് ഒരു കമ്പി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, അത് മാനിപ്പുലേറ്റ് ചെയ്യാന്നുള്ള മൂഡിലൊക്കെയാണ് ഉണ്ടായിരുന്നത്. ദെൻ ഇപ്പോൾ ഇതിൻ്റെ ഒരു റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ VR വെച്ചിട്ടുള്ള സാധനങ്ങളുണ്ടോ, അപ്പോൾ അതിൻ്റെ റെഫറൻസ് വൈസാണ് ഈ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ദെൻ നമ്മളൊരു ബേസ് സാധനം കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ എറർ ഇതിൻ്റെ ഇടയിൽ ക്ലൈൻ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചത് ഒരു ബോഗി മാത്രമാണെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് ക്രിയേറ്റ് ചെയ്ത് ദെൻ വലിയൊരു പ്രശ്നം പറ്റിയെന്ന് ലാസ്റ്റാണ് മനസ്സിലാവുന്നത്. ദെൻ അത് കമ്മ്യൂണിക്കേഷൻ എററാണ് കേട്ടോ. അത് ഞാൻ ക്ലൈൻ്റായിട്ട് ആ സമയത്ത് നാളെ രാവിലെ പ്രിൻ്റ് പോകണമെന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി നമ്മളെല്ലാവരും ഇരുന്നിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ കംപ്ലീറ്റ് ആയി നമുക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ ഉള്ള നിലയ്ക്ക് ക്ലൈൻറ്റിനോട് പറഞ്ഞ സമയത്ത് ക്ലൈൻറ്റ് ചോദിക്കുന്ന ബാക്കി വിടുക എന്നുള്ള സാധനം നമ്മൾ കുടുങ്ങി. അപ്പോൾ ദെൻ നമ്മളൊരു രാത്രിയിൽ ഇരുന്നിട്ട് ഇത് കംപ്ലീറ്റ്ലി എന്ത് ചെയ്ത് ഡിസൈൻ ചെയ്തു എന്നുള്ളതാണ്. അതിലൊരു പറഞ്ഞൊരു സാധനം എന്ന് വെച്ചാൽ ഇപ്പോൾ ഡിസൈനിൽ ഈ ഇമേജൊന്നും വന്നിട്ടില്ല. ബിക്കോസ് ഒരു പറഞ്ഞ് റൈഡ് പരിപാടികളൊക്കെ എന്താവണം ഒരു തന്നെ കാണിക്കണം, അത് ഇല്ലസ്ട്രേഷൻ പറ്റില്ല എന്നുള്ള സാധനം. ദെൻ വലിയ കോംപ്ലിക്കേഷനൊന്നും വന്നിട്ടില്ല, കാരണം നമ്മളത് അപ്പം തന്നെ ഫിക്സ് ചെയ്ത്, കാരണം ഓൾറെഡി ഓരോ ഇമേജസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ദെൻ അതാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ വേറൊരു ജസ്റ്റ് ഒരു പ്രസൻറ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ബിഹാൻസ് പോർട്ട്ഫോളിയോ അതിലൊരു വീഡിയോ ഉണ്ട്, കണ്ടിട്ടുണ്ടായിരുന്നോ വീഡിയോ വണ്ടർലാൻഡ്? അതായത് 2 days വർക്ക് ചെയ്തതാണ്. 2 days വർക്ക് ചെയ്ത സാധനം നമ്മളൊരു ചെറിയൊരു ട്രെയിലർ പോലെ നമ്മൾ വലിയൊരു പ്രൊഡക്ഷനിൽ അതും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. Guys, we have a project and it's quite big. How big? ബിഗ് എന്ന് പറയുമ്പോൾ ഒരു ഹോർഡിങ് അല്ലെങ്കിൽ TV ഓർ തിയേറ്റർ കൊമേഴ്ഷ്യലൊക്കെ ആയിരുന്നു നമ്മുടെ ടീം എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അതിനേക്കാളൊക്കെ അത്ര വലുതായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ലാർജസ്റ്റ് അമ്യൂസ്മെൻറ്റ് പാർക്കിന് വേണ്ടി ഇങ്ങനൊരു വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ടീം എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതേപോലെ
ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. തെറ്റ് കുറേ എറേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സംഭവം നമ്മൾ വിചാരിച്ച ഡയമെൻഷനിൽ നിന്നില്ല. ആൻഡ് ഇത്രയും ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു ഹ്യൂജ് ക്യാൻവാസിൽ ഇത് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളത് ടീം സെൽഫ് ഡൗട്ടിങ് ആയിരുന്നു. ബട്ട് വി ഹാഡ് എ പ്ലാൻ ബി. Guys, I got this. Even break a sweat, told them I'm the greatest, yeah. Why they gotta take offense? ദെൻ ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷനാണ്, എങ്ങനെയാണ് ഇത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതെന്നുള്ള സാധനങ്ങളാണ് കാണിച്ചത്. അതായത് നമ്മളെ പ്രോജക്റ്റ് നമ്മളെ പോർട്ട്ഫോളിയോ ആണ്, നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റ് നമുക്ക് ബിഗ് പോർട്ട്ഫോളിയോ ആണ്. ഞാൻ എൻ്റെ കരിയറിൽ ഏറ്റവും വലിയൊരു പോർട്ട്ഫോളിയോ, അതായത് ഇത്ര സ്കെയിൽ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ആരൊന്ന് ചോദിച്ചു ഏത് സൈസിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സൈസിൻ്റെ സാധനങ്ങളാണ് ഇവിടെ കൊടുത്തത്. അതായത് ഇങ്ങനെയാണ് 3 കോച്ചസായിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. വലിയ സൈസാണ്. അത് സൈസ് ഇല്ലസ്ട്രേറ്ററിൽ ഇടുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ, അതായത് വലിയ സ്കെയിലാണ്, വലിയ ഇഞ്ചസിലാണ് പരിപാടികൾ ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റം സ്റ്റക്കാവുന്ന ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഇത് റിയൽ ആർട്ടാണ്, റിയൽ ഹ്യൂമൻസിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ വേറെ റെഫറൻസസോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ഒരു ടിപ്പിക്കൽ സാധനത്തിൽ നിന്ന് എങ്ങനെ ഇത് റിയലായിട്ട് ആർട്ട് വൈസ് ഇതെങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള സാധനം, അല്ലാതെ ഇതിൽ ഒരു സെയിൽസ് പിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇപ്പോൾ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ ഒരു പ്രസൻറ്റേഷൻ മൂഡിൽ കൊണ്ടുപോയി ഞാൻ അതിൽ യൂസ് ചെയ്ത ഇമേജസ് കാണിച്ച് ഫൈനൽ ഡിസൈൻസ് ഇതൊക്കെയാണ്. അതായത് അവരുടെ കുറേ റൈറ്റ്സ് പരിപാടികളൊക്കെ ആഡ് ചെയ്ത് നമ്മളതായിട്ടുള്ള ആർട്ട് ഇല്ലസ്ട്രേഷൻ പരിപാടികളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഡിസൈൻസാണ് ഇതിൽ ആഡ് ആക്കിയിട്ടുള്ളത്. ദെൻ നമ്മളവിടെ പോയിട്ട്, അതായത് നമ്മളൊക്കെ ഒരു ഡൊപ്പമൈൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത വർക്ക് ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്യാന്നുള്ള സാധനം. ദെൻ ഫിസിക്കലി നമ്മൾ ചെയ്ത വർക്കുകൾ അവിടെ നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് ഒരു ഡോപ്പമൈൻ ഉണ്ട്. അത് ഭയങ്കര ഹൈ ആണ്. നമ്മൾ അത് ഫീൽ ചെയ്ത്, അതായത് നമ്മളവിടെ പോയ സമയത്ത് നമ്മൾ ട്രെയിനിലുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചെങ്കിൽ ഇത് കണ്ടണോ എന്നൊക്കെ നമ്മൾ ഭയങ്കര ചെറിയ കുട്ടികളെ പോലെ. അതായത് നമ്മളൊരു സാധനം ചെയ്തിട്ട് അതവിടെ പോയിട്ട് നമ്മളിങ്ങനെ കാണുന്നതും അവിടെ പോയിട്ടുള്ള പ്രോസസ്സും നമ്മളവിടെ ഫോട്ടോ എടുക്കുന്നതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇതിലുണ്ട്. നബാൻ, സുഫാൻ, നന്ദിത, നിയാൽ ജുബൈർ, ഫറാൻ എല്ലാവരും ഇതിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ദെൻ വർക്കിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. അതും ഒരു ഹൈ കിട്ടുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. ദെൻ ഇതൊക്കെയാണ് എന്ത് ഒരു നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ, ക്ലയൻറ്റ് ഒരു ബ്രീഫ് വരുമ്പോൾ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? നേരത്തെ ഒരാൾ ചോദിച്ചു, പേര് പറഞ്ഞു. അത് 2 ടൈപ്പ് ഓഫ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്ന് വെച്ചാൽ 2 ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് റിക്വയർമെൻറ്റ്സിനും പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ ഉള്ളത്. അതായത് ഇപ്പോൾ ഒരു പോസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇരുന്നിട്ട് മേ ബി പ്ലാൻ ആക്കേണ്ടി വരില്ല. ഇതൊരു പുതിയ ക്ലയൻ്റാണ്, നമ്മളെ സംബന്ധിച്ചിട്ട് ഇതൊരു പുതിയ ക്ലയൻ്റാണ്. ക്ലയൻറ്റിൻ്റെ പുതിയ ടൈപ്പ് ഓഫ് ഓഡിയൻസിലേക്കാണ് ഇത് എത്തിക്കുന്നത്. അതായത് ഇങ്ങനത്തെ ഒരു സ്കെയിൽ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് കുറേ
കൺസേൺസ് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ അതിനെ പറ്റിയിട്ട് ആലോചിക്കേണ്ടി വരും. അതാണ് ഇതുവരെ നടന്നതും നമ്മളിത് ചെയ്തതും ഭയങ്കര വലിയ പ്രോസസ്സായിട്ട് പറഞ്ഞത്. ദെൻ ഇനി ഒന്ന് രണ്ട് സിമ്പിൾ പ്രോസസ്സ് സിമ്പിൾ എന്ന് പറയുന്നത് ഇത്ര തോട്ട് പ്രോസസ്സ് പോകാത്ത, അല്ലെങ്കിൽ ഇത്ര വലിയ സ്കെയിലിൽ പോകാത്ത ടൈപ്പ് ഓഫ് അതിനെ ചെറുതായിട്ട് കാണുന്നതൊന്നല്ല, അത് അങ്ങനെ തന്നെയാണ് പോകേണ്ടത്. അപ്പോൾ 2 ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ റാഷിക്ക് മൈക്ക് ജസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ കൊടുക്കുന്നതാണ്. ഹായ്, അതായത് നമ്മുടെ ഓൺലൈൻ ഗ്രാഫിക് ഡിസൈൻ കോഴ്സ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ഒരു ആഡ് ക്രിയേറ്റീവ്. ഓക്കെ, നമ്പർ ഓഫ് ആഡ് ക്രിയേറ്റീവ്സ് ഉണ്ട്. അതിൽ ഒരെണ്ണത്തിനെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ഓക്കെ ആദ്യം തന്നെ വൈ ദിസ് ആഡ്, എന്തിനാണ് നമ്മൾ ഈ ആഡ് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസ്, ഫൈൻ, അതിൽ ഓൾറെഡി ഡിസൈനേഴ്സ് ആയിട്ടുള്ള ഓൾറെഡി ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവർക്കത് അപ്സ്കെൽ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ടീച്ചേഴ്സ്, എഡ്യൂക്കേറ്റേഴ്സ്, അതായത് മേ ബി മോർണിംഗ് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് രാത്രി പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം, ഡിസൈൻസൊക്കെ ചെയ്യണം താല്പര്യമുള്ള ആൾക്കാർ. അതുപോലത്തെ ഫ്രീലാൻസേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് ഫ്രീലാൻസേഴ്സ് ഉണ്ടാവും. സ്റ്റുഡൻസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു +2 കഴിഞ്ഞിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുന്ന സ്റ്റുഡൻസ്, മേ ബി അവർ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഒരു പുതിയതായിട്ടൊരു സ്കില്ലൂടി പഠിക്കണം, അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. ഓൺട്രപ്രണേഴ്സ് ഉണ്ടാവാം, കരിയർ സ്വിച്ച് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവാം. പിന്നെ കൂടുതലും വീട്ടമ്മമാർ, വീട്ടിൽ എന്താ പറയുക, രാത്രി എന്തെങ്കിലും ഇപ്പോൾ മേ ബി ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവാം. അപ്പോൾ അവർക്ക് അഡീഷണൽ ആയിട്ട് ഇതിന് മാർക്കറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു സ്കില്ല് കൂടി പഠിക്കണം. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ ഓൺലൈൻ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ്. ഫൈൻ. ദെൻ നമ്മുടെ പ്ലാൻ എന്താ വെച്ചാൽ കൺസ്യൂമേഴ്സായിട്ടൊരു കണക്ഷൻ ബിൽഡ് ചെയ്യുക. അതായത് ഈ വിഷ്വൽസ് കണ്ടാൽ ആൾക്കാർക്ക് തോന്നണം, ഓക്കെ ഇത് കണ്ടിട്ട് ആൾക്കാർക്ക് ഓക്കെ ഇതെന്താ അവരവിടെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക ടാർഗറ്റ് ഓഡിയൻസും ഈ ക്രിയേറ്റീവ്സ് ആയിട്ട് വിഷ്വലി അലൈൻഡ് ആവണം. അത്രയേ ഉള്ളൂ അതിൻ്റെ പ്ലാൻ. ഫൈൻ. ദെൻ നമ്മളിത് ചെയ്തത് ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ ഇവിടുന്ന് തന്നെ ചെയ്തൊരു സാധനം നമ്മുടെ ഒരു പ്രൊഡക്ഷൻ റൂമിൽ അത് ജസ്റ്റ് റാൻഡംലി സ്കെച്ച് ചെയ്തു. പെട്ടെന്നൊരു ഐഡിയ തോന്നി നമുക്കിനി ഇത് ചെയ്തെടുക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട് ഹൂസ് ഫ്രീ പിക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് അത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതിൽ നമുക്കിന്നെ എന്ത് ചെയ്യണം, ഇതിന് മുമ്പ് നമ്മൾ ആദ്യം എന്ത് ചെയ്തു, സ്കെച്ച് ചെയ്തു. ഫൈൻ, ഓക്കെ ഇങ്ങനെ വന്ന രസാവും എന്നുള്ള രീതിയിൽ ഇതിൽ ഈ സ്കെച്ച് ഒരു മാച്ച് കട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ അതിനെ കാണിച്ചു തരാം. ഇതിൽ ഇപ്പോൾ നോക്കാം, ഇപ്പോൾ ആദ്യത്തെ ഇമേജിൽ നമ്മൾ ഡയറക്റ്റ്ലി ഷൂട്ട് ചെയ്തതാണ്. ഇതിൽ നമ്മൾ എക്സ്ട്രാ കളർ ഗ്രേഡിങ്ങോ പരിപാടിയോ ഒന്നും ചെയ്തിട്ടില്ല. സെക്കൻഡ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ജസ്റ്റ് ആഡ് ചെയ്തത് ബാക്ക്ഗ്രൗണ്ടിലുള്ള വോളിലേക്ക് ജസ്റ്റ് കുറച്ച് ഡിസൈൻസ് ആഡ് ചെയ്തു, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വലിയ പരിപാടിയോ ഇതിൽ ചെയ്തിട്ടില്ല. അതായത് നേരത്തെ പറഞ്ഞ സാധനം പ്രീ പ്രൊഡക്ഷൻ്റെ കാര്യം നമ്മൾ ആദ്യം എന്ത് ചെയ്തു, പ്രോപ്പറായിട്ട് ഇതിലേക്ക് വേണ്ടി സ്കെച്ചും പരിപാടിയൊക്കെ ചെയ്തു. ദെൻ പ്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ ആ ഫോട്ടോ പരിപാടിയൊക്കെ എടുത്തു, പ്രോപ്പർ ലൈറ്റിങ്ങും പരിപാടിയൊക്കെ ആയിട്ട്. ദെൻ അടുത്ത് വരുന്ന ഈ സ്ലൈഡാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ. നമ്മൾ ഡിസൈൻസ് ചെയ്ത് തീർത്തു. ഓക്കെ, ദെൻ അപ്പോൾ ആദ്യം വേണ്ടത് നേരത്തെ കാര്യം സ്കെച്ചിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എന്താ, കോൺസെപ്റ്റാണ്. കോൺസെപ്റ്റ് എന്താ വെച്ചാൽ ഇതിൽ വീട്ടമ്മമാരുണ്ട്, ഫൈൻ വീട്ടമ്മമാരുണ്ട്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വർക്കിംഗ് ക്ലാസ് ഓൾറെഡി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, മേ ബി പുതിയതായിട്ട് ഓൾറെഡി ഒരു കരിയർ ചൂസ് ചെയ്ത ആൾക്കാർ, അപ്പോൾ ആ കരിയർ സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആഡ് ക്രിയേറ്റീവ് ചെയ്തത്. ഓക്കെ, ദെൻ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പോസ്റ്റ് കണ്ടിട്ട് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഫീലിംഗ് ആണോ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഫീലിംഗ് ആണോ? വി ആർ ഫയറിങ്, അതായത് നമ്മൾ പറഞ്ഞിടാൻ പോവാം. ഓക്കെ, അതാണ് ഡിസൈൻ സ്കൂളിൻ്റെ ഒരു കോപ്പി. നെഗടിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, വേറെ പോസിറ്റീവായ. ഓക്കെ, ഫൈൻ. ഇതൊരു ഇൻസ്റ്റഗ്രാം കറോസൽ പോലുള്ളൊരു പോസ്റ്ററാണ്. ഫൈൻ. അതിൽ അപ്പോൾ ആദ്യം തന്നെ ആ സ്ലൈഡിൽ കാണുമ്പോൾ വി ആർ ഫയറിങ്, ഓക്കെ നെഗറ്റീവായിട്ടുള്ള ടേമാണ്. പക്ഷെ ആൾക്കാർ ബാക്കിൽ നല്ലോണം ചിരിക്കുന്നുണ്ട്, ഭയങ്കര എക്സൈറ്റഡാണ്. അപ്പോൾ നമ്മൾ ഒരാളെ പറഞ്ഞു വിടുമ്പോൾ അവർ ചിരിക്കുമോ? ഇല്ലല്ലോ. അവർ അത്രയും എക്സൈറ്റ്മെൻറ്റോടുകൂടി ഇവിടുന്ന് പോവാം. ഓക്കെ, അപ്പോൾ വി ആർ ഫയറിങ് അടിപൊളി കോപ്പിയാണ്. അത് നമ്മൾ ഇവിടുന്ന് പറഞ്ഞു വിടാം. നോർമലി നമ്മളെന്താ കാണുക, വി ആർ ഹയറിങ് അല്ലെങ്കിൽ
നമ്മൾ ആർ യു ഹയറിങ്, നിങ്ങൾ ആൾക്കാരെ എടുക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുക. സെക്കൻഡ് സ്ലൈഡിൽ നെഗോസിറ്റീവ്. ഓക്കെ, സെക്കൻഡ് സ്ലൈഡിൽ വരുമ്പോഴും നോക്കുക, നമ്മുടെ ഒരു 19 ടാലൻസ് ഇവിടുന്ന് ഗ്രാജുവേറ്റഡ് ആയിട്ട് പോവുക. അതിൽ ഡിസൈനേഴ്സ് ഉണ്ട്, വീഡിയോ എഡിറ്റേഴ്സ് ഉണ്ട്, UX ഡിസൈനേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ വെറും കോപ്പി വെച്ചിട്ടാണ് നമ്മൾ ഈ പോസ്റ്റ് ചെയ്ത്, അതായത് കാണുമ്പോൾ അതൊരു ഹുക്കാണ്. വി ആർ ഫയറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാരത് ശ്രദ്ധിക്കും. ഓക്കെ, ഇവർ ഈ ഫയർ ചെയ്യുന്ന എന്തിനാണ് മാർക്കറ്റ് ചെയ്യുന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഫയറിങ് നമ്മളിവിടെ എന്താക്കിയിട്ടാണ് കാണിച്ചത്, കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ള ടേമിലാണ് നമ്മൾ ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതുപോലെ ഇപ്പോൾ ഡിസൈൻ സ്കൂളിൽ ഓഫ്ലൈൻ ബാച്ചിലേക്ക് അഡ്മിഷൻസ് എടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സമയം എനിക്കൊന്ന് 60+ സ്റ്റുഡൻസ് അറ്റ് എ ടൈം ഓറിയൻറ്റേഷൻ വരാം. ഓറിയൻറ്റേഷൻ എന്ന് വെച്ചാൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. ഓക്കെ, അറ്റ് എ ടൈം വരാം. അപ്പോൾ അത് വലിയ നമ്പറാണ്. അപ്പോൾ ആ വലിയ നമ്പർ കാണിക്കാൻ വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഹൗ മച്ച് ഈസ് ടു മച്ച്, കൂടുതൽ എന്ന് പറഞ്ഞാൽ എത്ര കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു അവിടെ എന്ത് ചെയ്തു, അതും ഇവിടെയും ചെയ്തത് കോപ്പി മാത്രം. ഓക്കെ, ആലോചിച്ച് നോക്കുക. ഇതും ഒരുപാട് ബ്രെയിൻ സ്റ്റോം ചെയ്തതിന് ശേഷം അവസാനം നമ്മൾ എന്ത് ചെയ്തു, ഈ കോപ്പിയിലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ ഒരാളവിടെ ഇരുന്നിട്ട് ബബിൾ ഗം ഇങ്ങനെ വീർപ്പിക്കുക. ബബിൾ ഗം വീർപ്പിച്ച് ഒരു എക്സ്ട്രീം ലെവലിലെത്തി. ഓക്കെ, അപ്പോൾ ടൂ മച്ച് അത് കാണിക്കാൻ വേണ്ടി സെക്കൻഡ് സ്ലൈഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് സ്ലൈഡിൽ നമ്മൾ എന്ത് ചെയ്തു, ടൂ മച്ച് ഈസ് ഹാപ്പനിങ് ഓൺ ഓറിയൻറ്റേഷൻ ഡേ. അത്രയും ആൾക്കാർ നമുക്ക് വേണമെങ്കിൽ ഇതൊരു എന്താ പറയുക, ഒരു വീഡിയോ ആഡൊക്കെ ആയിട്ട് ചെയ്യാം. ഓക്കെ, കുറേ ആൾക്കാർ ഒരു ക്ലാസ് കൂട്ടിയിട്ട് ഇരുത്തിയിട്ട് നമുക്ക് സംസാരിക്കാം. വിഷ്വലൈസ് ചെയ്ത സമയത്ത് ഇതെങ്ങനെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും? അതായത് ടൂ മച്ച് എന്നുള്ളത് എങ്ങനെയെങ്കിലുമൊക്കെ കാണിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സമയത്ത് ഒരു ക്ലാസ്സിൽ കുറേ ആൾക്കാർ അല്ലെങ്കിൽ എന്തോ കുറേ സാധനങ്ങൾ കാണിക്കുക എന്നുള്ളടത്ത് പിന്നെ അത് ഡിസ്കഷനിലാട്ടോ. അതായത് ഹൗ മച്ച് ഈസ് ടു മച്ച് എന്നുള്ള കോപ്പി, അതേപോലെ ഇതിൻ്റെ വിഷ്വൽ പരിപാടികളൊക്കെ ഡിസ്കഷനിൽ വരുന്ന കുറേ പ്രോഗ്രസ് പരിപാടികളാണ്. അതായത് നമ്മൾ പറയും ക്ലാസ്സിൽ കുറേ ആൾക്കാർ, ദെൻ ഒരു അങ്ങനെ കുറേ വരുന്ന എന്താണ് എന്നുള്ളതൊക്കെ ആലോചിച്ച് നമ്മൾ എങ്ങനെയോ ആരോ പറഞ്ഞ പോയിന്റ് വെച്ചിട്ട് നമ്മൾ AI ജനറേറ്റ് ചെയ്തൊരു സാധനമാണ് ഹൗ മച്ച് ഈസ് ടു മച്ച്. ഓക്കെ, ഇതിൽ ഫൈൻ. അതായത് ഇപ്പോൾ ഓൾറെഡി കുറേ ആൾക്കാർ നമ്മളെ ഇത് പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ യൂസേഴ്സിൻ്റെ പെയിൻ പോയിൻറ്റ്സ് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടി. അതായത് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവും. ഡിസൈൻ ഫീൽഡിലേക്ക് ജോയിൻ ആവുന്ന സമയത്ത് കുറേ ആൾക്കാർക്ക് എല്ലാവർക്കും, അതായത് കരിയർ സ്വിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ദെൻ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരുണ്ടാവും, ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ കരിയർ സ്വിച്ച് ചെയ്യുന്ന എന്തോ ആയിക്കോട്ടെ, ഇവർ ഈ കരിയർ ചൂസ് ചെയ്യാന്നുള്ള സമയത്ത് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഡിസൈൻ സ്കൂളിലെ പേജിലായതുകൊണ്ട് ആൾക്കാർക്ക് അറിയാം, ഓക്കെ എന്തോ ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ട്. അങ്ങനെ ആയിരിക്കും നമ്മൾ യൂസേഴ്സിനെ ഹിറ്റ് ചെയ്യുന്നുണ്ടാവുക. ദെൻ ആർ യു കൺഫ്യൂസ്ഡ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചു. ദെൻ അതിലിങ്ങനെ കാണിക്കുന്നുണ്ട് ആഷിഫ്, സഫ്വാൻ, ബ്രാൻഡ് ഡിസൈനേഴ്സ്. ദെൻ അപ്പുറത്തേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ ഒരു സ്ക്രോളിങ് ആദ്യമൊരു സാധനം ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഒരു മോഷൻ കൊടുത്തിട്ട് ഓക്കെ ഇപ്പുറത്തേക്ക് ഇതുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മോഷൻ, അതായത് ഇപ്പുറത്തേക്ക് പേജ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മോഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ജസ്റ്റ് സ്ക്രോൾ ചെയ്യും. അപ്പോൾ UI UX തരുൺ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ഓർ ബ്രാൻഡിങ്ങിന് അബു നബാൻ ഉണ്ട്, ദെൻ വീഡിയോ എഡിറ്റിങ്ങിന് മോഷൻ ഗ്രാഫിക്സിന് നന്ദിത ഫറാൻ ഉണ്ട്, ജോയിനസ് മീറ്റ് ദ മെൻറ്റേഴ്സ് എന്നുള്ളൊരു പരിപാടി. ഓക്കെ, അപ്പോൾ മീറ്റ് ദ മെൻറ്റേഴ്സിൻ്റെ ഒരു പോസ്റ്ററാണ് നമ്മളിവിടെ ചെയ്തത്. നോർമലി ചെയ്യുന്നതിൽ അപ്പുറത്തേക്ക് മീറ്റ് ദ മെൻറ്റേഴ്സ് എങ്ങനെ, അതായത് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് ആൾക്കാർ വരണം. ഈ ആൾക്കാർ വരുന്ന സമയത്ത് ഇവർക്ക് ആരൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റീവിലേക്ക് കാണിച്ചു കൊടുത്ത്, ദെൻ കുറച്ചൊരു ഫൺ മൂഡിലേക്ക്, കുറച്ചും കൂടി കളർഫുൾ, ഭയങ്കര ഫണ്ണായിട്ട് ഇപ്പോൾ തരുണൊക്കെ നോക്കുന്നതും നബാൻ നോക്കുന്നതും ഫറാൻ നന്ദിത ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഇമേജസാണ് നമ്മളവിടെ കൊടുത്തത്. ദെൻ മീറ്റ് ദ മെൻറ്റേഴ്സിൻ്റെ ഒരു സെഷനാണ് വരാൻ പോകുന്നത്, ഫ്രീ സെഷനാണ്, ഇത്ര ഡേറ്റിലാണ്, കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അവിടെ കംപ്ലീറ്റ് ആയി. അതായത് നമുക്ക് എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് അത് കമ്മ്യൂണിക്കേറ്റഡ് ആയി എന്നുള്ളതാണ്. അതാണ് ഡിസൈൻ ഫങ്ഷനിലാക്കുക, അതായത് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി നമ്മളത് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ദെൻ നമ്മൾ ഏകദേശമല്ല നമ്മളിപ്പോൾ പറഞ്ഞ ഓൾമോസ്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളെ അഭിപ്രായങ്ങൾ ജസ്റ്റ് പറയാം. ഇപ്പോൾ 2 ടൈപ്പ് ഓഫ് സാധനങ്ങൾ ഞങ്ങൾ പറഞ്ഞു, അതായത് 2 ട്രീറ്റ്മെൻറ്റ് പറഞ്ഞ് എങ്ങനെ 2 സ്കെയിലുള്ള വർക്കുകൾ വരുന്ന സമയത്ത് എങ്ങനെ ട്രീറ്റ് ചെയ്യണം. നിങ്ങളിപ്പോൾ ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാവും കൺഫ്യൂഷൻ, ഇത്ര ഒരു പോസ്റ്ററിലൊന്നും ഇത്ര ഇരിക്കാണ്ട് ഇതില്ലല്ലോ എന്നുള്ള സാധനങ്ങൾ.
മേ ബി അത് അത്ര ഇരുന്നാൽ മതിയാവും. അത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങനെ ഇരുന്നാൽ മതിയാവും. ദെൻ നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു ടൈം തരാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഡിസൈൻ സ്കൂളിൻ്റെ പ്രോജക്ട്സ് കാണിച്ച്, വണ്ടർലാൻഡിൻ്റെ പ്രോജക്ട്സ് കാണിച്ച്, ദെൻ നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു ടൈം തരുന്നതാണ്. ഓക്കെ, ഒന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി നേരത്തെ ചോദിച്ച സാധനങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രൈസ് പറയുക, ലൈക്ക് പാക്കേജസ് ആണെങ്കിൽ എങ്ങനെയാണ് പ്രൈസൊക്കെ പറയാലോ നല്ലതായിരിക്കും. ഓക്കെ, പ്രൈസിങ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ സ്കെയിൽ അല്ലെങ്കിൽ മാർക്കറ്റിനനുസരിച്ച് കുറേ പ്രൈസിങ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ 1500 രൂപയ്ക്ക് ലോഗോ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കേട് വരും 1500 രൂപയ്ക്ക് കൊടുക്കുന്ന ആൾക്കാർ അങ്ങനെ ഉണ്ട്. ഇവിടെ നമ്മളെ ഏജൻസിയിൽ അല്ലെങ്കിൽ വലിയ വലിയ ഏജൻസിയിലൊക്കെ ചെയ്യുന്നത് ലാക്സ് ചോദിച്ചിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ഈ 1500 രൂപ കൊടുത്ത് ചെയ്യുന്ന ആൾക്കാർ മേ ബി പ്രോസസ്സിലായിരിക്കില്ല വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ വരുന്ന സമയത്ത് മേ ബി നല്ല പ്രോസസ്സിലും അതിന് ബിഗ് സ്റ്റോറി ഉണ്ടാവും. അപ്പോൾ നമ്മളെ എത്രത്തോളം അതിൽ വർക്ക് ചെയ്തെന്നുള്ളതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. സെയിം സാധനം ഇത്ര പ്രൈസ് റേഞ്ച് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. അതിൻ്റെ ബാക്കിൽ ഒരു ബിഗ് സ്റ്റോറി ഉണ്ടാവും, നമ്മളെ കോൺസെപ്റ്റ് ഉണ്ടാവും. അതിനാണ് പൈസ. അതായത് നമ്മൾ തിങ്ക് ചെയ്യുന്നതിനാണ് പൈസ. ഓക്കെ, നമ്മൾ എന്തൊക്കെ തിങ്ക് ചെയ്യുന്നോ, നമ്മൾ എത്ര ടൈം എടുത്ത് തിങ്ക് ചെയ്യുന്നോ, നമ്മൾ എത്ര എഫേർട്ട് ഉണ്ടോ. ഇപ്പോൾ ഇങ്ങനെ പറയും, ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് പൈസ മേടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഓരോ കറണ്ട് ബില്ലിൻ്റെയും ഇവിടുത്തെ ടേബിളിൻ്റെയും എല്ലാ ചാർജസും ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് മേടിക്കും. സംഭവം ഇരുന്നിട്ടുള്ള പണിയായിരിക്കും, അതായത് ഇരുന്നിട്ട് ലാപ്ടോപ്പിൽ ഇരിക്കുന്ന പണിയായിരിക്കും. അപ്പോൾ അതുമുതൽ നമ്മൾ തിങ്ക് ചെയ്യുന്ന നമ്മളെ ടീമിൻ്റെ എഫേർട്ട്, നമ്മളെ എനർജി, പരിപാടി, ഇതിനെല്ലാത്തിനും പേ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് നിങ്ങളെ വില നിങ്ങൾക്ക് ഇടാന്നുള്ളതാണ്. വാല്യൂ നിങ്ങൾ ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ നിങ്ങളെ ലോഗോ ഒരു 1500 കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര വാല്യൂ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ 3 lakhന് ഈ ലോഗോ സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വർക്ക് അത്രത്തോളം ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് അതും നിങ്ങൾ എഫേർട്ട് ഇടണം. ക്രിയേറ്റിവിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ, ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്തിട്ട് പിന്നെ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതിൽ അപ്പുറത്തേക്ക് ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ആവുമെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിച്ചാൽ ഒന്നും ആവില്ല. ഓക്കെ, നമ്മൾ 3 ആൾ ഇരുന്നിട്ട് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി ടീമിൽ ആളുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെയാണ് ക്രിയേറ്റിവിറ്റി വർക്കാവുക അല്ലെങ്കിൽ വരാന്നുള്ള സാധനമാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി കൺസ്യൂം ചെയ്യുക. ഇപ്പോൾ ഡിസൈൻസ് ആണെങ്കിലും ഇപ്പോൾ പിൻട്രസ്റ്റ് നമ്മൾ റെഫറൻസ് ഒക്കെ പറയാറുണ്ട്. ഡിസൈൻസ് കാണുമ്പോൾ അത് കുറച്ചുകൂടി പഠിക്കാൻ വേണ്ടി നോക്കുക, അതിലെന്തൊക്കെയാണുള്ളതെന്ന്. നോർമലി ഇൻസ്റ്റഗ്രാം നമ്മൾ റീല് സ്ക്രോൾ ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് അതിൻ്റെ ആർട്ട് സൈഡും അതിലെന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി നോക്കുക. കൂടുതൽ ബഡ്ജറ്റ് ചോദിക്കുന്നതാണോ നല്ലത്, ഓർ അവർ പ്രൈസിങ്, നമ്മളെ പ്രൈസിങ് പറയുന്നതാണോ നല്ലത് എന്നുള്ളതിൽ മേ ബി ബഡ്ജറ്റിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ പ്രൈസ് പറയാം, ക്ലൈൻറ്റ് പോവുകയാണെങ്കിൽ പോട്ടെ. അതായത് നമ്മളെ എഫേർട്ടിനാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ആ എഫേർട്ടിന് അവർ പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പേ ചെയ്യണ്ട, നമ്മളവർക്ക് വർക്ക് ചെയ്ത് കൊടുക്കണ്ട. ഓക്കെ, ഫ്രീലാൻസ് ക്ലയൻറ്റ്സ് കിട്ടാൻ എന്ത് ചെയ്യണം? സോഷ്യൽ മീഡിയ ഇടാറുണ്ട്, ഫൈവർ അല്ലാതെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അപ്വർക്ക്, ഫൈവർ, അതേപോലെ അതൊക്കെ ഫ്രീലാൻസ് വെബ്സൈറ്റാണ്. ഡ്രിബിൾ പരിപാടികളൊക്കെ ഉണ്ട്. ദെൻ അതിലേക്കാളും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതും നിങ്ങളായിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ നമ്മളെല്ലാം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ ചെയ്തുകൊണ്ടുണ്ടായിരുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിനൊക്കെ ഇപ്പോഴാണ് വന്നത്. ദെൻ വാട്സപ്പ് ചെയ്യുന്നു മെയിൻ ചാനൽ. അതായത് നമ്മളെ ഫാമിലി, ഫ്രണ്ട്സ്, പരിപാടികൾക്കൊക്കെ അറിയണം നമ്മളിതാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതറിഞ്ഞു കഴിഞ്ഞാൽ റെഫറൻസസ്, അതായത് ഓർക്ക് എന്തെങ്കിലും ഒന്ന് പരിപാടികൾ വരുമ്പോൾ അത് ഒരു നമ്മളെ കണക്ട് ചെയ്യും. ഇനി ഓർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ്സ്, ഫാമിലിയൊക്കെ തന്നെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഇത് ഇവരെ അറിയിക്കുക നമ്മളിതാണ് പണി ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഡിസൈനറാന്ന് പറഞ്ഞുകൊണ്ട് ആരും എനിക്ക് വർക്ക് തരില്ല. നമ്മൾ വർക്കുകൾ ഷോക്കേസ് ചെയ്യാന്നുള്ളതാണ്. ഓട്ടോമാറ്റിക്കലി വർക്ക് വരും. ഐ വാണ്ട് ടു പർച്ചേസ് എ ഗ്രാഫിക് ഡിസൈനർ. ടെക്നിക്കൽ, അതായത് ലാപ്ടോപ്പ് മേടിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് വാട്സപ്പിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഫ്രീലാൻസായി വർക്ക് കിട്ടാനുള്ള വേ പറഞ്ഞതൊരു സിംപ്ലി വാട്സപ്പിൽ സ്റ്റേറ്റസ് ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുക. ഓക്കെ, കൺഗ്രാജുലേഷൻ ടു സഫാൻ ഓൺ ഹിസ് ന്യൂ പൊസിഷൻ ആസ് അസോസിയേറ്റ് ക്രിയേറ്റീവ്. സഫാൻ ഇവിടെ ഉണ്ടെങ്കിൽ സഫാൻ ഒരു കൺഗ്രാജുലേഷൻ സലാഹു പറഞ്ഞിട്ടുണ്ട്. ഈസ് എ ടാബ്ലറ്റ് റിക്വയർഡ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക്
നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് റിക്വയർഡ് ആണ്. അതായത് നമ്മളാരും ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നില്ല, ബട്ട് നമുക്ക് ഓൾറെഡി ലാപ്ടോപ്പ് പരിപാടികളൊക്കെയാണ് ഉള്ളത്. ടാബ്ലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുനടക്കാനും അതിലേക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനമാണ് ടാബ്ലറ്റ്, അത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, കുറേ ആൾക്കാരില്ലേ മൈക്ക് ഓണാക്കി ചോദിക്കാൻ പറ്റുന്നവർ മൈക്ക് ഓണാക്കി ചോദിച്ചു. ഓക്കെ 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 ഓഫ്ലൈൻ കോഴ്സസ് വേർത്താണോ? ഞാൻ എന്താ അതിന് ആൻസർ പറയേണ്ടത്? അതായത് നമ്മൾ ഇപ്പോൾ മിനിയാന്ന് നിങ്ങൾക്ക് പേജിൽ നോക്കിയാൽ മനസ്സിലാവും, മൈൻഡാണ് മാറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കിഡിലും പ്രോഗ്രാം അവിടെ നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. ഞാൻ അത്രേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കോഴ്സ് എന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ സെല് ചെയ്യുന്നതല്ല, ബട്ട് ഒരു സ്പേസാണ്. യു ക്യാൻ ജോയിൻ. ഡിസൈനർ ആൻഡ് ബ്രാൻഡ് ഡിസൈനർ ഏതാണ് ജോബ് സ്കോപ്പ്? ഡിസൈനർ, അതെ. ബ്രാൻഡ് ഡിസൈനർ അല്ല എന്നല്ല, രണ്ടും ഡിസൈനേഴ്സാണ്. രണ്ടിനും ഇങ്ങനെ പറയും. ഇപ്പോൾ എനിക്ക് ഗ്രാഫിക് ഡിസൈനറായിട്ടാണ്. ഗ്രാഫിക് ഡിസൈനിൽ എന്തുണ്ട്, ഞാൻ ഒരു തോട്ട് ഷെയർ ചെയ്യുക. അതായത് ഇങ്ങനെ ചിന്തിക്കുക, ഇപ്പം ഞാൻ ഗ്രാഫിക് ഡിസൈനർ, എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഗ്രാഫിക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. വിഷ്വലി എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞാൻ അതിലാണ് ഓക്കെ. ബട്ട് UX ആണ് ഇപ്പോൾ ട്രെൻഡിങ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഭയങ്കര അടിപൊളിയായിട്ട് സാലറി മേടിക്കാൻ പറ്റുന്ന സാധനം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്കത് സിങ്ക് ആവില്ല, അലൈൻ ആവില്ല. എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് സ്കോപ്പ് എന്ന് പറഞ്ഞ സാധനം അവിടെ ബിൽഡ് ആവുന്നത്. അല്ലാതെ മാർക്കറ്റിൽ എന്ത് സ്കോപ്പുള്ളോ അവിടെ ആരെങ്കിലും പോയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പാളെന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. എല്ലാവരും ആക്ടിവിറ്റീസ് സെൻഡഡോ നിങ്ങളെല്ലാവരും ഒന്ന് റിപ്ലൈ തന്നാൽ നല്ലത്. ആരും ഒന്നും പറയുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഓർ എന്താണെന്നുള്ളത് കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്ന് ചോദിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നല്ലത്. മനസ്സിലാവുന്നുണ്ടല്ലോ അഹമ്മദ്, താങ്ക് യു. ദെൻ ഡസ് യുവർ അക്കാഡമി ഓഫർ ഫ്ലെക്സിബിലിറ്റി ഫോർ സ്റ്റുഡൻസ് വിത്ത് ലാംഗ്വേജ് ബാരിയേഴ്സ്? ഫാദിക്ക ഒന്ന് റിപ്ലൈ കൊടുക്കണേ, ലാസ്റ്റിലേക്ക് കൊടുത്താൽ മതി. അബൌട്ട് ഫ്രീലാൻസ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും അതിനനുസരിച്ചിട്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നിങ്ങളെ ലൈഫിൽ നിങ്ങൾ ഭയങ്കര ഓർഗനൈസ്ഡ് ആവണം. അതായത് ഒരു ക്ലയൻറ്റിനെ അടിപൊളിയായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ക്ലയൻറ്റ് ചോദിച്ച സമയത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഇപ്പോൾ ഏജൻസി വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രോജക്റ്റ് ഡീൽ ചെയ്യാനും പ്രോജക്റ്റ് ഇത്ര സമയത്തിന് കൊടുക്കണം എന്ന് പറയാനാണെന്നുണ്ടെങ്കിലും ഒക്കെ ആൾക്കാരുണ്ടാവും, നമ്മളത് ചെയ്ത് കൊടുത്താൽ മതി. ബട്ട് ഫ്രീലാൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രോജക്റ്റ് ലീഡ് ചെയ്യുന്നതും ഡിസൈൻ ചെയ്യുന്നതും ഫൈനാൻസ് എല്ലാം നമ്മളാണ്. അപ്പോൾ അതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഫ്രീലാൻസ് ഫ്യൂച്ചർ. ഓൺലൈൻ കോഴ്സ് ഓർ ഓഫ്ലൈൻ കോഴ്സ് ഈസ് ബെസ്റ്റ്? ബോത്ത്. ഒരു വർക്കിന് എങ്ങനെ പ്രൈസ് ഇടാം, ലൈക്ക് പോസ്റ്റർ, ലോഗോ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാല്യൂ. ഇപ്പോൾ ഞാൻ ഓപ്പണായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും, 300 രൂപയ്ക്ക് 4 പോസ്റ്ററൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും അങ്ങനെ മേടിക്കാൻ പറ്റില്ല. അത് നമ്മളെ ടൈമിനും നമ്മളെ എഫേർട്ടിന് നമ്മളെ ടൈമിൽ എത്രത്തോളം ഗുഡ് ആണെന്നുള്ളതിനൊക്കെ അനുസരിച്ചിട്ട് നിൽക്കും. ഓക്കെ. പിന്നെ NID 4-year ഡിസൈൻ ഡിഗ്രി, 2-year മാസ്റ്റേഴ്സ് ഇൻ GD ഓർ ഹാക്കർ ഡിസൈൻ സ്കൂൾ? ടഫ് ക്വസ്റ്റ്യൻ. ടഫ്. NID പോയിട്ട് ഡിസൈൻ സ്കൂളിൽ പോവാം. ഓക്കെ, അല്ലെങ്കിൽ GDയിൽ പോയിട്ട് ഡിസൈൻ സ്കൂളിൽ പോവാം. എക്സ്പീരിയൻസ് ചെയ്യുക, എല്ലാം എക്സ്പീരിയൻസ് ചെയ്യും. NID ഈസ് ബെസ്റ്റ് ഐ തിങ്ക്. യെസ്, ക്ലിയർ ഉണ്ട്, ഓക്കെ ആണോ? പുറത്തുള്ളവർക്ക് എപ്പോഴെങ്കിലും ഒരു ഓഫ്ലൈൻ ക്ലാസ് വെക്കുമോ? ഷുവർ, നോക്കാം. ഫാദിക്ക സെറ്റാണ്. മാനിപ്പുലേഷൻ ഓർ മിനിമൽ ഡിസൈൻ കൂടുതൽ നല്ലത്? മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞ സാധനം മിനിമൽ ഡിസൈൻ എന്ന് പറഞ്ഞ സാധനം രണ്ടും എൻ്റയർലി ഡിഫറെൻറ്റ്. അതായത് ഞാൻ എൻ്റെ കേസ് പറയാം. എനിക്ക് എൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മിനിമൽ ഡിസൈൻ ചെയ്യുന്നതിനേക്കാളും എത്രയോ ഞാൻ ഇതല്ല കേട്ടോ പറയണത്, ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്നല്ല പറയുന്നത്. എനിക്കൊരു ഹൈ കിട്ടുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ ഇരുന്നിട്ട് ചെയ്യാമെന്നുള്ള സാധനം. അത് ക്ലയൻറ്റിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ക്ലയൻറ്റിന് മേ ബി ചിലപ്പോൾ മാനിപ്പുലേഷൻ വേണ്ടി വരും. മിനിമൽ ഡിസൈന് ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അത് ഒക്കെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. നിനക്ക് ഇഷ്ടമുള്ള സാധനം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഏതും ചൂസ് ചെയ്യാം. നീ എന്താ മൂഡ് എന്നുള്ളത് മനസ്സിലാക്കുക ഫസ്റ്റ്. ദെൻ ഷുവർ ഷിയാദ് ഉണ്ടാവും. താങ്ക് യു ഫോർ ദിസ് സെഷൻ. താങ്ക് യു. ഗ്രാഫിക് ഡിസൈൻ ആൻഡ് വീഡിയോ എഡിറ്റിംഗ് ഹാൻഡ് ഇൻ ഹാൻഡ്
കൊണ്ടുപോകുന്നതിനെ പറ്റി എന്താ ഒപ്പീനിയൻ? ആൾക്കാരുണ്ട്, മുഷ്കിലാണ്. ആൾക്കാരുണ്ട്, ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെയ്യാം. അബൌട്ട് UX ആൻഡ് UI നല്ല സ്കോപ്പ് ഉള്ളത് ഏരിയ ആണ്. ദെൻ സെയിം, അതായത് ക്രിയേറ്റീവ് ഫീൽഡ്, അതേപോലെ എന്താ പറയുക, ഇഷ്ടമുള്ള സാധനങ്ങൾ ചെയ്യാൻ പറ്റും. അത് കുറച്ചും കൂടെ ഫങ്ഷനല്ല, അതായത് യൂസേഴ്സിന് വേണ്ടി, ഡിസൈൻസ് എല്ലാം യൂസേഴ്സിന് വേണ്ടി ചെയ്യുന്നതാണ്. ബട്ട് ഇപ്പോൾ ഡിസൈൻ സ്കൂളിൻ്റെ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന പോലത്തെ ഡിസൈൻസ് അല്ല അവിടെ ചെയ്യുന്നത്. അവിടെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ഓഡിയൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ കോഴ്സ് വാങ്ങാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഓരെങ്ങനെ തിങ്ക് ചെയ്യും, അങ്ങനത്തെ കുറച്ചും കൂടെ സൈക്കോളജിക്കൽ പാർട്ടും അങ്ങനെ കുറേ ഭയങ്കര ഫങ്ഷനിലാണ്. അപ്പോൾ അതറിയണം. അത് അടിപൊളി പരിപാടിയാണ്, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാവരും ചോദിക്കും വീഡിയോ എഡിറ്റിങ്ങും ഗ്രാഫിക് ഡിസൈനും പിന്നെ UI UX ഏതാണ് നമുക്ക് ബെസ്റ്റ് എന്നുള്ളൊരു കാര്യം ചോദിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളൊരു 5 കാര്യം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ ടഫ് ഉള്ളതെന്നുള്ളൊരു കാര്യമില്ല, ബട്ട് നിങ്ങൾക്ക് കണക്ഷനുള്ള ഒരു ഫീൽഡ് ഉണ്ടാവും, നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു സ്പേസ് ഉണ്ടാവും. ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ്ങും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ബ്രാൻഡിങ് കുറച്ചും കൂടി വീഡിയോ എഡിറ്റിംഗ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. ഈവൻ ഇപ്പോൾ UI UX പഠിക്കാൻ വന്നിട്ട് വീഡിയോ എഡിറ്ററായിട്ട് പോയ ആൾക്കാരും വീഡിയോ എഡിറ്റിങ്ങിന് വന്നിട്ട് ഗ്രാഫിക് ഡിസൈനറായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. സോ നിങ്ങളിത് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിറ്റി കിട്ടും. എവിടെ എന്താണ് നിങ്ങളെ സ്പേസ്, എന്താണ് നിങ്ങൾക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായി ചെയ്യാൻ പറ്റൽ ഏതാണ്. അപ്പോൾ ആഷിഫ് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുന്നതിനാണ്, നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നിടത്താണ് നിങ്ങൾക്ക് സ്കോപ്പുള്ളത്. ഓക്കെ, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ മൈക്കോണൊക്കെ ചോദിച്ചോളൂ. വെയിറ്റിംഗ്, ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. താങ്ക് യു. ഓക്കെ, കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഐ യൂസ് ഓൺലി ക്യാൻവ ടു ഡിസൈൻ പോസ്റ്റേഴ്സ്, വാട്ട് ആർ ദ അതേഴ്സ്? ഈസി ടു യൂസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എല്ലാ ഇതിലും കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈസി ടു യൂസ് ആണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ലസ്ട്രേറ്ററും ഫോട്ടോഷോപ്പും നമ്മളെ കൈമിൽ അല്ല, അതായത് നിങ്ങൾ കൈമിൽ എത്രത്തോളം ടൈം ഇടുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ച്. ഇപ്പോൾ ഫിഗ്മ, ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ, ഡിസൈനിങ്ങിൽ ഫോൺ പെയറിങ്സ് എങ്ങനെ ബെറ്റർ ആക്കാം എന്ന് പറയുമോ? അത് ബിഗ് സബ്ജക്റ്റാണ്. ഫോൺ എങ്ങനെ പെയർ ചെയ്യാന്നുള്ള സാധനം പിന്നെ പറയാം. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ അങ്ങനത്തെ സബ്ജക്റ്റിലൊക്കെ കവർ ചെയ്യാൻ നോക്കാം. ഹയറിംഗ് പോസ്റ്റേഴ്സ് എപ്പോൾ റിക്വയർമെൻ്റ് ആയി ചോദിക്കുന്നത് AI കുറിച്ച്. ഓക്കെ, ഹയറിംഗ് പോസ്റ്റേഴ്സിൽ കാണാൻ AI അറിയുന്നുണ്ടോ ആൾക്കാർ? ഇപ്പോൾ റിക്വയർമെൻ്റ് ആയി ചോദിക്കുന്നത് AI കുറിച്ച് നോളജ്. അതായത് ഓൾറെഡി ഡിസൈൻ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആൾ റിക്വയർമെൻറ്റ് നോക്കുമ്പോൾ അതിൽ AI കുറിച്ച് നോളജ് ഉണ്ടോയെന്ന് റിക്വയർമെൻ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ, ഏത് പഠിക്കേണ്ടത്? AI കുറിച്ച് പഠിക്കുന്നതിനപ്പുറത്തേക്ക് ഡിസൈൻസ്, ഇപ്പോൾ AI ടൂൾസ് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ആ റെലവൻ്റ് ആയിട്ടുള്ള ഏത് ടൂളാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുക അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി നോക്കാം. ഓക്കെ, AI ഉള്ളത് കൊണ്ട് ഡിസൈൻസിന് ഫ്യൂച്ചർ ചേഞ്ചസ്, ഫ്യൂച്ചറിൽ ഭയങ്കര ഈസി പരിപാടിയാണ്. എത്രയോ സമയം വേസ്റ്റ് ആവുന്നില്ല, എത്രയോ സമയം ലാഭമാണ്. ഞാനില്ലേ സ്പീഡ് പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ ഓൾറെഡി 8:16 നമുക്ക് പെട്ടെന്ന് എൻഡ് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് ഫീ സ്ട്രക്ചർ പരിപാടികളൊക്കെ ഫുവാദ് പറഞ്ഞുതരും. ഹൗ ടു ഫൈൻഡ് ദ ബെസ്റ്റ് കമ്പനീസ് ഫോർ വർക്കിംഗ്, വിച്ച് ആർ ദ ബെസ്റ്റ് കമ്പനീസ് ഇൻ ഇന്ത്യ. നമ്മളെടുത്ത് ഓൾറെഡി കോർപ്പറേഷൻ കമ്മ്യൂണിക്കേഷൻ പരിപാടികളുണ്ട്, അതായത് പ്ലേസ്മെൻറ്റ് ഓഫീസേഴ്സ് പരിപാടികളുണ്ട്. ദേ വിൽ കണക്ട് കംപ്ലീറ്റ്ലി. നിങ്ങൾക്ക് എന്തുണ്ടാവും, സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് എവിടെ ജോയിൻ ആവണം, ആരെങ്കിലും കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടീം തന്നെ അവിടെ ഉണ്ട് നിങ്ങളെ കണക്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. ഡു യു തിങ്ക് ഡിസൈൻ ഈസ് പ്യുവർ നാച്ചുറൽ? ശരിക്കും അത് കുറേ എക്സാമ്പിൾസൊക്കെ വെച്ചിട്ട് പറയാനുണ്ട്, ടൈമില്ല. ദെൻ എന്തായാലും നമ്മൾ നെക്സ്റ്റ് സെഷനിൽ നിങ്ങളെല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസറായിട്ടും നെക്സ്റ്റ് ഒരു സബ്ജക്റ്റിൽ എന്തായാലും വരും. പോർട്ട്ഫോളിയോ ഏത് രീതിയിലായിരിക്കും, PDF, ബിഹാൻസ് വെബ്സൈറ്റ്, ഇൻസ്റ്റാഗ്രാം, ലൈക്ക് എക്സെട്ര. ഓക്കെ, ബിഹാൻസ് ആണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ പറയുന്നത്. ദെൻ അതിനേക്കാളും ബെറ്റർ വേർഷൻ എനിക്ക് തോന്നുന്നത് വെബ്സൈറ്റാണ്. വെബ്സൈറ്റ് സ്വന്തമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ്. ദെൻ ഗ്രാഫിക് ഡിസൈൻ ഇൻ 2030 എങ്ങനെ ആയിരിക്കും ആസ് കരിയർ? ക്യൂരിയസ് ടു നോ അബൌട്ട് ദ മാസ്റ്റേഴ്സ് പെർസ്പെക്റ്റീവ്. എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 2030 നമുക്ക് കുറേ പണികൾ ഉണ്ടാവാമെന്നാണ്.
മേ ബി അത് ഈ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഡിസൈൻ ഇരുന്നിട്ട് ചെയ്യുന്നതിൽ പണികൾ കുറവായിരിക്കും, AI വരും ചെയ്യുന്നതായിരിക്കും, ഐഡിയേഷൻ പ്രോസസ്സിലൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ കുറച്ചും കൂടെ ക്രിയേറ്റീവ്, കുറച്ചും കൂടെ മനുഷ്യന്മാർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ പറ്റും. അങ്ങനെ ചിന്തിക്കണം. അബൌട്ട് പോർട്ട്ഫോളിയോ നിർബന്ധമായിട്ട് വേണ്ട സാധനമാണ്. അതായത് വർക്ക്സ് ഷോക്കേസ് ചെയ്യുക, പരിപാടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ബെസ്റ്റ് ആയിരിക്കും. വർക്കിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെ വാങ്ങണം, ലൈക്ക് അഡ്വാൻസ് ആയിട്ട് ആണോ അല്ല? അഡ്വാൻസ് ആയിട്ട് എന്തായാലും മേടിക്കണം. കാരണം ഞാൻ എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. എല്ലാവരും എക്സ്പീരിയൻസ്ഡാ. അഡ്വാൻസ് വാങ്ങാം, നിർബന്ധമായിട്ട് വാങ്ങണം, നിർബന്ധമായിട്ട് മേടിക്കണം. അത് മേടിച്ച് കഴിഞ്ഞിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പല ക്ലയൻസും പല ആൾക്കാരും പല രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. ക്ലാസ്സിൽ ലേറ്റസ്റ്റ് AI ടൂൾസ് പഠിപ്പിക്കുക, ഷുവർ. അതായത് നമുക്ക് ഓൾറെഡി ഇവിടെ ടെക് സ്കൂളുണ്ട്. ടെക് സ്കൂളിൽ കൊളാബ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനായിട്ടൊരു സെഷൻ തന്നെ ഉണ്ടാവും, എങ്ങനെയൊക്കെ ടൂൾസ് പരിപാടികളൊക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള. കണ്ണൂരുണ്ടോന്നോ? ഇല്ലടാ, കണ്ണൂരില്ല. നമ്മൾ എന്തായാലും എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എക്സ്പാൻഷൻ പ്രോസസ്സിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സൂൺ. Are you sure we can complete the course in 2.5 months? Sure. 2.5 എന്നുള്ളത് നമ്മളൊരു 3 മന്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു പരിപാടിയുണ്ട്. ഓക്കെ, ഫൈൻ. ഫ്രീലാൻസ് അഡ്വാൻസ് വാങ്ങണം, എന്തായാലും അഡ്വാൻസ് മേടിക്കണം. ഫ്രീ ആയിട്ട് എങ്ങനെ ബിഹാൻസ് അല്ലാതെ നല്ലൊരു വെബ്സൈറ്റ് പറഞ്ഞു തരുമോ? ഫ്രീ ആയിട്ട് എങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യാന്നുള്ളത് ബിഹാൻസ് തന്നെ സ്വന്തം വെബ്സൈറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഷിഫ് ബ്രോൻ്റെ ഇൻസ്റ്റാ ID എന്താ ആഷിഫ് PP എന്ന് സെർച്ച് ചെയ്താൽ മതി. താങ്ക് യു ഗൈസ്. എക്സ്പെക്ടിങ് അടിപൊളി ഓഫ്ലൈൻ സെഷൻ ആസ് വെൽ. ഇൻഷാല്ലാ എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് കമൻസ് അതിൽ ആഡ് ആക്കുക സെഷനെ പറ്റിയിട്ട്. നമ്മൾ ഇനിയും വരും. സീരിയസ്ലി എല്ലാവരും എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്യുക. അതാ ഇൻസ്റ്റാഗ്രാം ID വന്നിരിക്കുന്നത്. അടിപൊളി. താങ്ക് യു. സഫാൻ. അപ്പോൾ ഞാനില്ലേ ഇത് നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. നിങ്ങളെ സെഷൻ്റെ ഒരു റിവ്യൂ എന്നുള്ള നിലയ്ക്ക് നമുക്ക് മൂന്നാൾക്ക് നമ്മൾ ഇനിയും നിർബന്ധമായിട്ട് വരും. നിങ്ങളെല്ലാവരും ഭയങ്കര അടിപൊളി സപ്പോർട്ടാണ്. സീരിയസ്ലി ഭയങ്കര അബുനബാൻ. ഓക്കെ, ഞാനില്ല സെഷന് ഫുവാദിന് കൊടുക്കുന്നുണ്ട്. ഫുവാദ് ഹലോ. ഫുവാദ് കേൾക്കുന്നില്ലല്ലോ. ഓക്കെ, ഞാനിത് എൻ്റെ ചെയ്യുന്നുണ്ട്. ഡിസൈൻ്റെ ഫൈനൽ എന്ന് പറഞ്ഞാൽ തിങ്ക് പ്ലാൻ ഡിസൈൻ. താങ്ക് യു ഫുവാദ്. Okay, ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് വന്ന കണ്ടു അബൌട്ട് ദ കോഴ്സ് ഡിസൈൻ സ്കൂൾ പേഴ്സൺസ്. ഓക്കെ, ഫസ്റ്റ് തിങ് നമ്മൾ ഇനിയും കണ്ടിന്യൂസ് സെഷൻസ് ഉണ്ടാവും. ഒബ്വിയസ്ലി ഡിഫറെന്റ് സബ്ജക്റ്റിൽ നമ്മൾ നടന്നുകൊണ്ടിരുന്നതാണ്. ഒരു ജസ്റ്റ് ബ്രേക്ക് വന്നു, ഇനി അങ്ങോട്ട് എന്തായാലും ഉണ്ടാവും. ആൻഡ് നെക്സ്റ്റ് ടൈം അബൌട്ട് ദ കോഴ്സ് ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ ബെസ്റ്റ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഒബ്വിയസ്ലി അതില് പേഴ്സൺ ടു പേഴ്സൺ ഡിഫർ ആണ്. നിങ്ങൾക്ക് ഓൺലൈനിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഒബ്വിയസ്ലി ഓൺലൈനിൽ പഠിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് എന്തായാലും ഒരു സിസ്റ്റത്തിനുള്ളിൽ ഇരുന്ന് ചെയ്യേണ്ടതല്ലേ. സോ ഡോണ്ട് വെറി, ഓൺലൈനിൽ വന്നാലും ഓഫ്ലൈനിൽ വന്നാലും നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റും. ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ടൈം നിങ്ങൾ അതിൽ ചൂസ് ചെയ്യാം. ആൻഡ് അബൌട്ട് ദ കോഴ്സ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടൂൾസ് പറഞ്ഞ പോലെ സജൻസ് ആയിരിക്കില്ല നമ്മളിപ്പോ പറഞ്ഞത്. സോ ആ ഒരു കോഴ്സ് സ്ട്രക്ചറിലാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു ഫ്ലോയിലായിരിക്കും നമ്മൾ കോഴ്സ് പോവാ. ആൻഡ് കോഴ്സിനെ കുറിച്ച് ഞാൻ ഓവർ പറയുന്നില്ല, അവർ സ്റ്റേജ് സ്പീച്ചിങ് മോഡിലേക്ക് പോകും. ആൻഡ് കോഴ്സിനെ കുറിച്ച് ഒരു ഹെവി എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത ആൾക്കാരുണ്ടാവും, അവരെ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ചാറ്റിൽ ജസ്റ്റ് എന്റെ നമ്പർ ഇട്ട് നിങ്ങൾക്ക് എന്നെയും കോൺടാക്ട് ചെയ്യാം. നമ്മൾ ആക്ച്വലി സെഷൻസ് ആണ് വരുന്നത്, പോർട്ട്ഫോളിയോ ബിൽഡിംഗ് വരുന്നത്. നിങ്ങൾ ചോദിച്ച പോർട്ട്ഫോളിയോ റിലേറ്റഡ് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ അതോടുകൂടി ബിൽഡപ്പ് ആയി പോകുന്നുണ്ടാവും. പിന്നെ ഫ്രീലാൻസ് വർക്ക് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന ഓഫ്ലൈൻ കോഴ്സാണ്. നമ്മുടെ ഓഫ്ലൈൻ ഓൺലൈൻ കോഴ്സാണ് വരുന്നത്. എത്രത്തോളം ഫ്രീലാൻസ് കോഴ്സ് നമ്മൾ ഓൺലൈൻ കോഴ്സിൽ എഴുതിട്ട് കേച്ചപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ ആശ്വേ? സോ ആ രൂപത്തിൽ വരാറുണ്ട്. ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. സോ ദീസ് ആർ ദ തിങ്സ്. ആൻഡ് കോഴ്സിൽ നിങ്ങൾ ഹൈലി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. ജസ്റ്റ് ഇന്നത്തെ ഈ മീറ്റിംഗിൽ പങ്കെടുത്ത ആൾക്കാർ നമ്മളെ എന്തായാലും ലിസ്റ്റ് ഇട്ട് നിങ്ങൾക്കൊരു 2 ഡേയ്സിനുള്ളിലൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൺ ദ മൺഡേ നമുക്കൊരു പുതിയ ഓൺലൈൻ ബാച്ച് വരുന്നുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഇപ്പൊ അതുപോലെ തന്നെ ഒന്ന് എന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളെ കണക്ട് ചെയ്തവരെ കണക്ട് ചെയ്തിട്ട് അതിലേക്ക് ജോയിൻ ചെയ്താൽ മതി. ഡോണ്ട് വെറി. വേണമെങ്കിൽ ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത് വന്നതായതുകൊണ്ട് നമ്മൾ ഓർഡിനറി കസ്റ്റമർ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു 1K ഒക്കെ ഞാൻ റിഡക്ഷൻ എന്നുള്ള നിലക്ക് സെറ്റ് ചെയ്ത് തരാം. അതും നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഡോണ്ട് വെറി. സോ ദീസ് ആർ ദ തിങ്സ്. ഇനി ഇതിൽ എന്തെങ്കിലും അറിയാനുണ്ടോ? കമന്റിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? കോഴ്സ് റിലേറ്റഡ്
മോഷൻ ഗ്രാഫിക് കോഴ്സ് ഫീ. മോഷൻ ഗ്രാഫിക്സിന്റെ കോഴ്സ് നമ്മള് മോഷൻ ഗ്രാഫിക്സ് മാത്രമായിട്ട് കോഴ്സ് വരുന്നില്ല, നമ്മൾ ഓഫ്ലൈൻ കോഴ്സിൽ മോഷൻ ഗ്രാഫിക്സ് ഉണ്ട്. അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്യാനാണ് പറ്റുക. ഒരു എൻ്റെ കോഴ്സ് ആയിരിക്കും അത് വരുന്നത്. ഓക്കെ, പിന്നെ ആഫ്റ്റർ 6 months എനിക്ക് കിട്ടിയില്ല. ആഫ്റ്റർ 6 months കോഴ്സ് വാട്ട് വിൽ ബി ദ ഓൺ ദ ബേസ് മുതൽ അഡ്വാൻസ് ലെവൽ വരെ പോകുന്ന ഒരു കോഴ്സാണ് നമുക്ക് ഓഫ്ലൈനും ഓൺലൈനിലും ഉള്ളത്. ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഓഫ്ലൈനിൽ വരുന്ന സമയത്ത് അത് ഈ പറഞ്ഞ പോലെ ഗ്രാഫിക് ഡിസൈനൊപ്പം മോഷൻ ഗ്രാഫിക്സും UX കൂടി കവർ ചെയ്യുന്നുണ്ടാവും. ബട്ട് നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ഇതെല്ലാം കൂടി നമുക്ക് പറ്റാത്തതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒന്ന് സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. അതിൽ തന്നെ നമുക്ക് സെവറൽ ഓപ്ഷൻ ഉണ്ട്. ഗ്രാഫിക് ഡിസൈൻ മാത്രം എടുക്കാം, UX മാത്രം എടുക്കാം, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് മാത്രം എടുക്കാം. ആൻഡ് ആഫ്റ്റർ ഓൾ ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ ബ്രാൻഡിംഗ് നമ്മൾ സെപ്പറേറ്റ് ഒരു കോഴ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, വീഡിയോ എഡിറ്റിംഗ് കോഴ്സ് ഉണ്ട്. വീഡിയോ എഡിറ്റിംഗ് കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റുഡൻസ് ആർ വെരി ഹാപ്പി. വീഡിയോ എഡിറ്റിംഗ് നമ്മൾ സൂം ഒരു വെബിനാർ ഇതുപോലെ വെക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ട്. മേ ബി ഒരു വിത്തിൻ 1 or 2 week നമുക്ക് എന്തായാലും ഒരു സെഷൻ ഉണ്ടാവും. ഞാൻ നമ്മുടെ ഗ്രൂപ്പിലേക്ക് എന്തായാലും എന്റെ ലിങ്ക് ഇട്ടേക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഫ് യു ആർ അവൈലബിൾ യു ക്യാൻ ജോയിൻ. ഡിസൈൻ വർക്ക്ഷോപ്പ് ഉണ്ട് കോഴിക്കോട്. ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് നേരത്തെ നിങ്ങൾ ആഷിഫ് ഡെമോ എടുത്ത പോലെ തന്നെ മീറ്റ് ദ മെന്റേഴ്സ് എന്ന് പറയുന്ന ഒരു സെഷനാണ് നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് വർക്ക്ഷോപ്പ് വെക്കാറ്. അതും ഈ മന്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഒരു ഫസ്റ്റ് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. മേ ബി ഉണ്ടാവും. അതും ഞാൻ ആ ഗ്രൂപ്പിൽ തന്നെ നിങ്ങളെ അറിയിക്കുന്നുണ്ടാവും കേട്ടോ. ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പറയാമോ? ക്ലാസ് മിസ്സായി പോയി. അയ്യോ ആഷിഫ്, മിസ്സായി പോയ ക്ലാസ്. ഡോൺ വരി, നമ്മളൊരു 1 or 2 week അടുത്ത സെഷൻ ഉണ്ടാവും. ഫ്രീ സെഷൻ തന്നെ ആയിരിക്കും അതും വരുന്നത്. ഡോൺ വരി. ഫീസ്, ഓഫ്ലൈൻ കോഴ്സ് ഫീസ്. ഓഫ്ലൈൻ കോഴ്സിൽ ഫീ എന്നുള്ളതൊക്കെ നമുക്കൊരു 70K വരുന്നുണ്ട്. ബട്ട് അതിൽ സ്കോളർഷിപ്പ് വരുന്നുണ്ട്. സ്കോളർഷിപ്പിൽ 10-20 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കട്ട് ഓഫ് വരുന്നുണ്ട്. അബൌട്ട് യുവർ പാഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ്, കംപ്ലീറ്റ്ലി ആപ്റ്റിറ്റ്യൂഡ് ആണ് അതിൽ ചെക്ക് ചെയ്യുന്നത്. അങ്ങനൊക്കെ ഓപ്ഷൻ വരുന്നുണ്ട്. ആ കാര്യങ്ങൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഡീറ്റെയിലി പേഴ്സണലി കണക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്പർ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ. ഞാൻ ഡോൺ വരി, നമുക്ക് ഉടനെ ഒരു സെഷൻ വരുന്നുണ്ട്. വിത്തിൻ 1 week ഒന്നുകൂടി നമ്മൾ കാണാൻ മീറ്റ് ചെയ്യാം ഇൻ എ ഡിഫറെന്റ് സബ്ജക്ട്സ് എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ വന്നു എന്നുള്ളതിൽ നിങ്ങൾ സാഡ് ആവണ്ട. ഇറ്റ് വിൽ ബി എൻ ഓപ്പർച്യൂണിറ്റി ഫോർ നെക്സ്റ്റ് ടൈം. ഓക്കെ, വീഡിയോ എഡിറ്റിംഗ് ആൻഡ് മോഷൻ ഗ്രാഫിക് ഓൺലൈൻ ക്ലാസ് ഉണ്ടോ? വീഡിയോ എഡിറ്റിംഗ് മാത്രമായിട്ടാണ് ഓൺലൈൻ ക്ലാസ് ഉള്ളത്. മോഷൻ ഗ്രാഫിക്സും കൂടി ഒന്നിച്ച് കൊണ്ടുവന്നാൽ അത് മെയിൻറ്റെയിൻ ആയി പോലെ ഒരു ലോങ് ക്ലാസ് ആയി പോകും. അതുകൊണ്ടാണ് നിലവിൽ വീഡിയോ എഡിറ്റിംഗ് മാത്രമാണുള്ളത്. മോഷൻ ഗ്രാഫിക്സിന്റെ ഒരു ക്ലാസ് നമ്മൾ ഉടനെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ലോഞ്ചിങ് പ്രോസസ്സിലാണ്. 6 month ഓൺലൈൻ കോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുമോ? 6 ലൈൻ ഓഫ്ലൈൻ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഞാൻ ഒന്നുകൂടി നമ്പർ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. ഇവിടെ ഇപ്പൊ പറഞ്ഞാൽ ഒരുപാട് പോകേണ്ടി വരും. ഡിസൈനിങ് ഫോൺ പെയറിംഗ് ബെറ്റർ ആക്കാൻ അഗൈൻ ആഷിഫിന്റെ അടുത്തേക്ക് പോകേണ്ടി വരും. അത് കംപ്ലീറ്റ് നമ്മൾ അടുത്തൊരു സെഷനിൽ ചിലപ്പോൾ ഫോണ്ട് അല്ലെങ്കിൽ ടൈപ്പോഗ്രാഫിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ എ ഡീപ് സെൻസ് നിങ്ങൾക്ക് അതിലേക്ക് വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പോഗ്രാഫിയൊക്കെ കണക്ട് ചെയ്തിട്ട് ഒരു ഡെമോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, വീഡിയോ എഡിറ്റിംഗ് ക്ലാസ് എത്ര മന്ത് കോഴ്സ് ആണ്? 3 months കോഴ്സ് ആണ് കേട്ടോ. 3 months കൊണ്ടാണ് വീഡിയോ എഡിറ്റിംഗ്. അതുകൊണ്ടാണ് വീഡിയോ എഡിറ്റിംഗ് മാത്രം. എല്ലാം മോഷൻ ഗ്രാഫിക്സ് ഒക്കെ വരുമ്പോൾ നല്ല ലോങ് ആവും. ബ്രാൻഡിങ് കോഴ്സിന് മാത്രം എത്ര ഫീ? ബ്രാൻഡിങ് കോഴ്സ് അബൌട്ട് 20K അടുത്താണ് വരുന്നത്. ആൻഡ് ബ്രാൻഡിങ് 20K എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അത് വെർത്ത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര വെർത്തായിട്ടായിരിക്കും. ആ രൂപത്തിലാണ് കോഴ്സിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ എന്തോ ചോദിച്ചല്ലോ, ബ്രാൻഡിങ് കോഴ്സിന് മാത്രം. ഓക്കെ, സോ ദീസ് ആർ ദ തിങ്സ്. എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് അറിയാനുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്കിൽ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്താൽ മതി. അതായത് പഠിക്കുന്ന സമയത്ത് നമുക്ക് സോഫ്റ്റ്വെയർസ് ആവശ്യം ഉണ്ടാവല്ലോ. സോഫ്റ്റ്വെയർസ് എന്ന് പറയുമ്പോൾ സിസ്റ്റം സ്പെക് അനുസരിച്ചാണ്. നമുക്ക് ഇപ്പോ മാക് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇനീഷ്യലി ക്രാക്ക് വേർഷൻസ് ആണ് നമ്മളിപ്പോ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്രാക്ക് വേർഷൻസ് നിങ്ങൾക്ക് പോരാന്നുണ്ടെങ്കിൽ സ്റ്റുഡന്റ് വേർഷനിൽ അഡോബ് എടുക്കാൻ 1 yearലേക്ക് 2000 സംതിങ് ഒക്കെ ആകുന്നുള്ളൂ, മൊത്തം അഡോബിന്റെ ക്ലൗഡ് എടുക്കാൻ. സോ അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
വീഡിയോ എഡിറ്റിംഗ് പ്ലസ് ഗ്രാഫിക്കൽ ഡിസൈനിങ് കോഴ്സ് ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ? ഒരുമിച്ച് ചെയ്യൽ ടാസ്ക് ആയിരിക്കും. ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് പോക്കായിരിക്കും നല്ലത്. കാരണം നമ്മൾ കുറച്ചുകൂടി ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടാണ് കോഴ്സിനെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതൊക്കെ കൂടി ചെയ്ത് ഡിസൈനിങ് ഓൾറെഡി ഹെക്ടിക് ആണോ എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആണ്, ബട്ട് ഒരു പീക്കിലേക്ക് എത്തിയാൽ അത് ഹെക്ടിക് ആവും. സോ ഒരുമിച്ച് കൊണ്ടുപോകണ്ട, ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നെടുക്കുക. രണ്ടെണ്ണം കോംബോ ആയിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെതായ റിഡക്ഷൻസും കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. യു കൻ കോൺടാക്ട് മീ പേഴ്സണലി. ഓക്കെ. വീഡിയോ എഡിറ്റിംഗ് എത്രയാണ് ഫീസ് വരുന്നത്? വീഡിയോ എഡിറ്റിംഗ് സെക്കൻഡ് ബാച്ചിൽ നമുക്ക് ഫീസ് കുറച്ചുകൂടി റെഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ പ്രീ പ്രൊഡക്ഷനും കൂടി ആഡ് ചെയ്യാം എന്നുള്ളതൊരു തോട്ട് ഉണ്ട്. അത് ഒന്ന് നാളെയോ ഒക്കെ ആയിട്ട് ഒന്ന് തന്നെ പേഴ്സണലി കണക്ട് ചെയ്താൽ കേട്ടോ. ഒരു കോഴ്സ് മാത്രം സ്പെസിഫിക്കലി ആയിട്ട് എടുക്കുന്നതാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങളെ നീഷ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക്കലി ഒന്നെടുക്കലാണ് ഏറ്റവും ബെസ്റ്റ്. നീഷ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണമെങ്കിൽ എല്ലാം പഠിച്ചു നോക്കണ്ടേ, അങ്ങനല്ലേ? സോ ആ നീഷ് മനസ്സിലാക്കുന്നിടത്താണ് ഇതിന്റെ ഒരു എന്തായാലും എല്ലാത്തിലും കയറിയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നേരത്തെ ആഷിഫ് പറഞ്ഞാൽ മുഷ്കിലായിരിക്കും. സോ ഒരു നീഷ് മനസ്സിലാക്കി അതിലേക്ക് പോക്കായിരിക്കും ബെറ്റർ. അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ആ ഒരു കോഴ്സിലേക്ക് മാത്രം പോയാൽ മതി. വീഡിയോ എഡിറ്റിംഗ് കോഴ്സ് പ്രീമിയർ ആണ്. യെസ്, പ്രീമിയർ ആണ്. പ്രീമിയർ വരുന്നുണ്ട്, കളർ ഗ്രേഡിംഗിൽ ഡാവിഞ്ചി വരുന്നുണ്ട്, FCPന്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഓവറോൾ നമുക്ക് ഒരു സിനിമാറ്റോഗ്രാഫി അല്ലെങ്കിൽ ഒരു സ്റ്റോറി ടെലിംഗ് മോഡിൽ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ്. പ്രീമിയർ മാത്രമല്ല, അതില് FCP വരുന്നുണ്ട്, ഡാവിഞ്ചി വരുന്നുണ്ട്. മിക്സ്ചർ ആണ് കേട്ടോ. ഡാവിഞ്ചിയിൽ കളർ ഗ്രേഡിംഗ് പോർഷൻസ് എടുക്കും, അപ്പൊ പ്രീമിയറിൽ കളർ ഗ്രേഡിംഗ് ഉണ്ടാവില്ല. അങ്ങനെയാണ് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. മോഷൻ ഗ്രാഫിക്സ് ഫ്രീ ഡ്യൂറേഷൻ. മോഷൻ ഗ്രാഫിക്സ് മാത്രമുള്ള കോഴ്സ് നമ്മൾ നെക്സ്റ്റ് മന്ത് ഒക്കെ ആയിട്ട് ലോഞ്ച് ചെയ്യാനിരിക്കുന്നതാണ്. ലോഞ്ച് ആയിട്ടില്ല. ചോദിച്ചോളൂ. അത് ക്യാപ് കട്ട് കവർ ചെയ്യോ? ക്യാപ് കട്ട് ആസ് ഓഫ് നൗ പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മള് പ്രീമിയർ പ്രോ, ഡാവിഞ്ചി, FCP ആണ് നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ക്യാപ് കട്ടിന് ഒരു വൈഡ് ഓഡിയൻസ് കുറവാന്നുള്ളത് ബേസിലാണ് അങ്ങനെ എടുത്തത്. എന്താ പറഞ്ഞു? അതായത് ക്യാപ് കട്ട് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണിൽ ചെയ്യുന്നതാണ്. കുറച്ചും കൂടെ കമ്പനീസ്, വലിയ വലിയ കമ്പനീസിലൊക്കെ പോയി കഴിഞ്ഞാൽ മേ ബി ക്യാപ് കട്ട് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. എല്ലാവരും യൂസ് ചെയ്യുന്നപ്പോൾ ഫിലിം വരെ എഡിറ്റ് ചെയ്യുന്നത് പ്രീമിയർ പ്രോയിലൊക്കെയാണ്. അപ്പോൾ അതായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. നെക്സ്റ്റ് തിങ്, ഗ്രാഫിക് ഡിസൈനിങ് പ്ലസ് ട്രെയിനിങ് 6 മന്ത്സിൽ കഴിയോ? ഗ്രാഫിക് ഡിസൈൻ 3+5 months മതി. 6 months വേണ്ട കേട്ടോ. പിന്നെ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ്, ഷുവർ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് 100% ഉണ്ട്. അതില് 3 ജോണറിൽ നിന്നിട്ടുണ്ട്. ഒന്ന് നിങ്ങൾക്ക് പിന്നെ അതർ സൈഡിൽ പോർട്ട്ഫോളിയോ, അതിന്റെ കൺസ്ട്രക്ഷൻ, അതർ ജോണർ നിങ്ങളെ ലാംഗ്വേജ് ബൂസ്റ്റപ്പ് ചെയ്യാൻ നമുക്കൊരു ലാംഗ്വേജ് ട്രെയിനർ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതിനോടൊപ്പം നമ്മൾ പ്ലേസ്മെന്റ് ചെയ്യുന്നുണ്ട്. വളരെ എഫിഷ്യന്റ് ആണ്. നമ്മളൊരു 2 ദിവസം മുമ്പാണ് ആശുപത്രി 1000 പ്ലേസ്മെന്റിന്റെ ഒരു ആഘോഷം ഉണ്ടായിരുന്നത്. നമ്മൾ 1000 പ്ലേസ്മെന്റ് എന്നുള്ള നിലക്ക് 2 ദിവസം മുമ്പേ ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. സോ പെർ ഡേ തുടങ്ങിയിട്ട് 1000 ദിവസം ആവുമ്പോൾ നമ്മൾ 1000 പ്ലേസ്മെന്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് നോട്ട് എ ഹാർഡ് തിങ്. മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഹാർഡ് തിങ് ആവും തോന്നുന്നില്ല. ബിക്കോസ് ഒരുപാട് കമ്പനീസ് നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നോ അല്ലെങ്കിൽ നിങ്ങളെ പോർട്ട്ഫോളിയോ എത്ര അടിപൊളിയാണോ അതിനനുസരിച്ച് പ്ലേസ്മെന്റ്. അത് നമ്മളെ സപ്പോർട്ട്, നമ്മളെ ഇവിടെ ഒരു ഫുൾ ടീം അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് എന്നാലും നമ്മളെ വർക്ക് ഷോക്കേസ് ചെയ്യാൻ, നമ്മളെ വർക്ക് അവിടെ കണ്ടാലേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ സ്വന്തം വർക്കിൽ കോൺഫിഡൻ്റ് ആവുക, അങ്ങനത്തെ പരിപാടികളാണ് അതിലുള്ളത്. ദെൻ ഇവിടെ നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഒരു ഫുൾ ടീം അവിടെ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് തിങ്, ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഇന്റേൺഷിപ്പ് ആയിട്ടില്ല. നിങ്ങൾക്ക് വർക്ക് ഒരു പുതിയ ട്രെൻഡൊക്കെ മനസ്സിലാക്കാനാണെങ്കിൽ അതിൽ ഇന്റേൺഷിപ്പ് പോകണമെന്നില്ല. കാരണം ആഷിപ്പ് ഒക്കെ ആയി കഴിഞ്ഞാൽ അവരൊക്കെ ക്ലാസ് എടുക്കുന്നത് അവർ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന സെയിം എക്സ്പീരിയൻസ് എന്നതുകൊണ്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്റേൺഷിപ്പിന്റെ ആവശ്യമില്ല. കറണ്ട് ട്രെൻഡ് തന്നെയാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരിക്കൽ ഇങ്ങനെ ക്ലാസ്സിൽ എടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇവര് ഇതേപോലെ ഒരു പ്രൊജക്റ്റിൽ സ്റ്റെക്കായി, ആ സ്റ്റെക്ക് സോർട്ട് ചെയ്ത് പിറ്റേന്ന് ക്ലാസ്സിൽ പോയിട്ട് ആ സ്റ്റെക്ക് പോർഷൻ എന്തായിരുന്നു അതാണ് എടുക്കുന്നത്. സോ ട്രെൻഡ്സ് നമ്മൾ എല്ലാ ക്ലാസ്സിലും സംസാരിക്കുന്നതാണ്. അതിനെ ഒരു ഇന്റേൺഷിപ്പ് മാത്രമായിട്ട് കാണേണ്ടതില്ല. അങ്ങനെയല്ല, പ്രീമിയർ എഡിറ്റിംഗ് ആണ്, നമുക്ക് എഡിറ്റിംഗ് ആണ്. ബേസിക്കലി ഫാന്റസി എഡിറ്റിംഗ് ആണോ? ആശുപത്രിയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? എനിക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടി ക്ലിയർ. അങ്ങനല്ല, പ്രീമിയം എഡിറ്റിംഗ് ആണോ ഫാന്റസി എഡിറ്റിംഗ് ആണോ ആൾ ഉദ്ദേശിച്ച എത്രത്തോളം ഡീപ്പായിട്ടാണ് അത് ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല. ഒന്ന് ബ്രീഫ് ചെയ്യാവോ? ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ബ്രീഫ് ചെയ്താലേ കുറച്ചുകൂടി ആൻസർ പറയാൻ എളുപ്പമുണ്ടായേനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചൊന്ന് പോവാതെ.
Okay, next question, offline batch hostel. Hostel basically ഹയർസംഘമായ ഡിസൈൻ സ്കൂളിൽ കൊടുക്കുന്നില്ല, ബട്ട് നമ്മൾ സ്റ്റുഡൻസ് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവര് ഓരോ ബാച്ച് കഴിയുമ്പോൾ ഇറങ്ങാറുണ്ട്, നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല റിവ്യൂസ് ആണ്. അത് കണക്ട് ചെയ്ത് തരാം. അതിന്റെ റിസ്ക് തൽക്കാലം ഡിസൈൻ സ്കൂൾ എടുക്കുന്നില്ല. ഓക്കെ ബ്രോ, ഗ്രാഫിക്കൽ ഡിസൈൻ ഓൺലൈൻ ക്ലാസ് അതായത് ഓൺലൈൻ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ട്രൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഗ്രാഫിക് ഡിസൈൻ തിയറീസ്, അതായത് ബേസിക് പ്രിൻസിപ്പിൾസ്, അതേപോലെ ഹാൻഡി ആയിട്ടുള്ള പരിപാടികൾ, അതായത് കളർ തിയറി, അതേപോലെ ടൈപ്പോഗ്രഫി, ലേഔട്ട് ആൻഡ് കോമ്പോസിഷൻ, ഇങ്ങനത്തെ ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ പരിപാടികൾ ഓൾറെഡി നമുക്ക് റെക്കോർഡഡ് സെഷൻസ് ആയിട്ട് തരും. അതേപോലെ 3 days ആയിട്ടുള്ള ലൈവ് സെഷൻസ് ഉണ്ടാവും. ബാക്കി ഡേയ്സിൽ ക്ലാസ്സസ് ലൈവ് സെഷൻസ് ഉണ്ടാവില്ല, ബട്ട് ടാസ്കുകൾ പരിപാടികളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണ് ഗ്രാഫിക് ഡിസൈൻ പരിപാടികൾ വർക്ക് ആവുന്നത്. ഈ സിസ്റ്റത്തിൽ സ്പെക്കിന് ആരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ? You can contact me. എന്നെ കോൺടാക്ട് ചെയ്യാം. ഐ വിൽ ബി ഗിവിംഗ് എ ബ്രീഫ്. അല്ലെങ്കിൽ ആശുപത്രി നേരിട്ട് വെച്ചിട്ട് അങ്ങനെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഒന്നുകൂടി നമ്പർ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ആർട്ടിസ്റ്റിന്റെ പെർസെപ്ഷൻ കൂടി നീ തന്നെ പറഞ്ഞോ. പെർഫെക്റ്റ് ഫിറ്റ്. അതാണ് പെർഫെക്റ്റ്, അതാണ് വേണ്ടത്. ആക്ച്വലി അവർക്ക് ഏറ്റവും ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണിത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മുമ്പ് നമ്മളോട് വന്നിട്ട് നന്ദിതനൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ആള് പ്യൂർലി ആർട്ടിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടാണ് ഈ ഒരു ഷൈനിങ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, വീഡിയോ എഡിറ്റിംഗ് കോസ്റ്റ് ചെയ്യുക ഞാൻ പറയാണ്. വീഡിയോ എഡിറ്റിംഗ് കോസ്റ്റ് നമ്മൾ ഒന്ന് എഡിറ്റ് ചെയ്യുന്നുണ്ട്. എസ്എഫ്ന നമ്മൾ 40K കൊടുക്കുന്നത്. അതിൽ റെഡ്യൂസ് ചെയ്ത് കൊടുക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എഡിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. നാളെയോ മറ്റന്നാളോ ഫൈനലാവും. യു ക്യാൻ കോൺടാക്ട് മീ.